എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കുക. ഈ മാർച്ച് മാസം അനുഗ്രഹിക്കപ്പെട്ടൊരു മാസമാണ്. കോട്ടയത്ത് വെച്ച് 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉപവാസവും പ്രാർത്ഥനയും നടത്തപ്പെടുകയാണ്. ഈ മാസം 28, 29, 30, 31 പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ നമ്മൾ ഒന്നിച്ചുകൂടി ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. ആ പ്രാർത്ഥനയിൽ ഞാനുമുണ്ട്, അനുഗ്രഹീതരായ ദൈവദാസന്മാരുമുണ്ട്. രാവിലെ 10 തൊട്ട് 2 വരെയും വൈകിട്ട് 6 മണി തൊട്ട് 9 മണി വരെ നടക്കുന്ന പ്രാർത്ഥനയിൽ നമുക്കൊന്നിച്ചു കൂടാം, ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഈ അവധി ദിവസങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കാം. ഈ ഉയർപ്പിന്റെ ആഴ്ചയിൽ കർത്താവിന്റെ സാന്നിധ്യത്തെ രുചിച്ച് അനുഭവിച്ച് മുന്നോട്ട് പോകാം. ഗോഡ് ബ്ലെസ് യു. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിൽ വീണ്ടും നമുക്കൊന്നിച്ച് ദൈവപാദപീഠത്തിലായിരിക്കാൻ ദൈവമായ കർത്താവ് നൽകിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഹാർവസ്റ്റ് ടിവിയിലൂടെ ലോകമെമ്പാടുമുള്ള പ്രിയപ്പെട്ടവരോട് ചേർന്ന് വിശുദ്ധ ആരാധനയിൽ ഒന്നിച്ചായിരിക്കാൻ ദൈവകൃപ തന്നല്ലോ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ സ്വർഗ്ഗപിതാവേ, അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. അടുത്ത ഒരാഴ്ചയുടെ ദൈവപാദപീഠത്തിൽ ഞങ്ങൾക്ക് ഒന്നിച്ചു കൂടി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ദൈവമൊരുക്കിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ താഴ്ചയിൽ ഞങ്ങളെ ഓർത്ത വൈരിടുകൾ ഞങ്ങളെ വിടുവിച്ച സൗഖ്യവും സമാധാനവും നൽകി ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ആരാധനയിലൂടെ സംബന്ധിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകുന്നതിനാൽ സ്തോത്രം. വീഴാതെ വണ്ണം മഹിമയുള്ള സന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ ഞങ്ങളെ നിർത്തുന്ന ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ, ലോകമെമ്പാടും ഹാർവസ്റ്റ് ടിവിയിലൂടെ ഞങ്ങളോടൊപ്പം വിശുദ്ധ ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഓരോരുത്തരുടെ വിഷയങ്ങളുടെ മേലും ദൈവം പ്രവർത്തിക്കണമേ. കർത്താവെ, വിശുദ്ധ ആരാധന ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരുവാനിടയാക്കണം. വചന വെളിപ്പാടുകൾ നൽകണം. ആത്മാവിൽ പാടി ആരാധിപ്പാൻ ദൈവം കൃപ നൽകണമേ. ദൈവസഭയിലുള്ള എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്ന ആരാധന സംബന്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. യഹോഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കുന്നവനായ കർത്താവ് ഇന്ന് രാവിലെ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണം. സകല മഹത്വവും ബഹുമാനം പുകഴ്ചയും ആരാധന അങ്ങേക്ക് അർപ്പിക്കുന്ന ശുശ്രൂഷകളെല്ലാം തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. കൃപ പകരണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വിശുദ്ധ ആരാധന എല്ലാ വിധത്തിലും നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. നാം കർത്താവിനെ തുടർന്ന് പാടി ആരാധിക്കാൻ പോവുകയാണ്. ഈ വിശുദ്ധ ആരാധനയിൽ പാടി കർത്താവിനെ ആരാധിക്കും നമുക്ക് അനുഗ്രഹമാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട കൊയർ നമ്മോടൊപ്പമുണ്ട്, അവരോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കാം. ആമേൻ. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ നാമത്തിൽ ക്ഷണിക്കുന്നു. പ്രൈസ് ലോർഡ്. കരങ്ങൾ ഉയർത്തി കർത്താവിന് നല്ലൊരു മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ അടുത്ത് വരുവാൻ ദൈവം ഒരുക്കിയ വലിയ ഭാഗ്യത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ, ദൈവദാസന്മാർ, അതുപോലെ തന്നെ ഓൺലൈനിലൂടെ ഹാർവസ്റ്റ് ടിവിയിലൂടെ യൂട്യൂബിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഒന്നിച്ച് കർത്താവിനെ ഒന്ന് ആരാധിക്കാൻ പോവുക. എത്രയൊക്കെ ദൈവത്തിൽ സന്തോഷമുണ്ട്. ദൈവത്തെ ആരാധിക്കുന്നതിൽ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ദൈവത്തിൻ്റെ ഒരു മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചക്കാലം ദൈവം നമ്മളെ അതിശയകരമായി നടത്തി. വേണ്ട നന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം പകർന്നു തന്നു. ഒന്നിനും കുറവില്ലാതെ ഓരോ നിമിഷവും നമ്മളെ വഴി നടത്തുന്ന ആ നല്ല ദൈവത്തെ ഇന്ന് പകൽക്കാലം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഒന്നിച്ച് പാടി ഒന്ന് സ്തുതിപ്പാനിടയായി തീരണം. ഹല്ലേലൂയ. എൻ മനമേ നീ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ നീ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഇതുപോലെ നന്ദിയോടെ ചില ഗാനങ്ങൾ പാടി നമ്മളെ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പോവുക. ഹല്ലേലൂയ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്ന എൻ്റെ ദൈവമാണ് എത്ര വിശ്വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എൻ്റെ കഴിവിനാലല്ല, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ഒരു കൃപയാലാണ് എന്നെ നടത്തിയിരിക്കുന്നത്. ഓർക്കുമ്പോൾ അത്ഭുതം അല്ലേ? പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അത്ഭുതമാണ് നമ്മുടെ ജീവിതം. ഹല്ലേലൂയ. ഓരോ നിമിഷവും അതിശയകരമായിട്ടാണ് കർത്താവ് നടത്തുന്നത്. അതുകൊണ്ട് നല്ല കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നമുക്ക് പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. യേശു നിർത്തിയതാ താളടിയായി പോയിടാതെ
ഭുജത്താൽ ഞാനും എൻ്റെ കുടുംബവും നിന്നതല്ല, യേശു നിർത്തിയതാ. താളടിയാ പോയിടാതെ താങ്ങി എന്നെ തൻ ഭുജത്താൽ. ഓർത്തിടുമ്പോൾ അത്ഭുതമേ, സ്തോത്രമല്ല തൊന്നുമില്ലേ. ഓർത്തിടുമ്പോൾ അത്ഭുതമേ, സ്തോത്രമല്ല തൊന്നുമില്ലേ. ചേർന്ന് പാടിയാടെ. ഹല്ലേലൂയാ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അപ്പനമ്മ അറിയും മുൻപേ നിത്യതയിൽ കണ്ടു എന്നെ. എൻ്റെ ഭാവി താതൻ കയ്യിൽ എന്നെ പോറ്റും പുലർത്തിയിടും. അപ്പനമ്മ അറിയും മുൻപേ നിത്യതയിൽ കണ്ടു എന്നെ. എൻ്റെ ഭാവി താതൻ കയ്യിൽ എന്നെ പോറ്റും പുലർത്തിയിടും. ആധിയില്ല തെല്ലും ഭീതിയില്ല. അന്ത്യനുമേ ആധിയില്ല തെല്ലും ഭീതിയില്ല. ആദ്യനുമേ യേശു അന്ത്യനുമേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ചേർന്ന് പാടിയിട്ട് ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഞാനും എൻ്റെ കുടുംബവും നിന്നതല്ല, യേശു നിർത്തിയതാ. താളടിയായി പോയിടാതെ താങ്ങി എന്നെ തൻ നന്ദിയോടൊന്ന് പാടിയാട്ടെ. ഞാനും എൻ്റെ കുടുംബവും നിന്നതല്ല, യേശു നിർത്തിയതാ. താളടിയായി പോയിടാതെ താങ്ങി എന്നെ തൻ ഭുജത്താൽ. ഓർത്തിടുമ്പോൾ അത്ഭുതമേ, സ്തോത്രമല്ല തൊന്നുമില്ലേ. ചേർന്ന് ഓർത്തിടുമ്പോൾ അത്ഭുതമേ, സ്തോത്രമല്ല
worship you, Lord. Oh, hallelujah, Hosanna, hallelujah, Hosanna. ഒരു പ്രാവശ്യം കൂടി hallelujah, Hosanna. നന്ദിയോടെ പാടിയാട്ടെ. യേശുവേ, hallelujah, Hosanna. സാന്നിധ്യം പോലെ കലവിടെ നിറയട്ടെ. ഓ, ഞങ്ങളെ സ്തുതിക്കുന്ന മഹത്വം കൊടുത്താട്. ഹല്ലേലൂയ. യെശയ്യാപ്രവചനം 10-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, അന്നാളിൽ അവൻ്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവൻ്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും, പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. ഹല്ലേലൂയ. അന്നാളിൽ അവൻ്റെ ചുമടെന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതാണ് പിശാച് വെച്ചിരിക്കുന്ന നുകം നിന്റെ തോളിൽ നിന്നും നിന്റെ കഴുത്തിൽ നിന്ന് നീങ്ങിപ്പോകും. ആമേൻ. എങ്ങനെയാണ് നുകം മാറിപ്പോകുന്നത്? പുഷ്ടി എന്ന് പറഞ്ഞ അഭിഷേകം നിമിത്തമേ ഹല്ലേലൂയ ഇത് നീങ്ങത്തുള്ളൂ. നമ്മുടെ മേലുള്ള എല്ലാ നുകവും നീങ്ങണമെങ്കിൽ അഭിഷേകം വേണം. ഹല്ലേലൂയ. എത്ര വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. പിശാച് നുകമിടുന്നത് എന്തുകൊണ്ടാണ്? നുകം വെക്കുന്നവൻ്റെ എപ്പോഴും തല കുനിഞ്ഞേ ഇരിക്കത്തുള്ളൂ, മുമ്പോട്ടിരിക്കത്തില്ല, മേളിലോട്ട് പോകത്തില്ല, ഒരിക്കലും ഹല്ലേലൂയ താഴ്ന്നേ ഇരിക്കത്തുള്ളൂ. പിശാച് അത് ആഗ്രഹിക്കുന്നു. ഒരിക്കലും തല ഉയർത്തി നടക്കുവാൻ പാടില്ല. അവൻ എപ്പോഴും താണു തന്നെ ഇരിക്കണം. സന്തോഷം അനുഭവിക്കാൻ പാടില്ല. ദുഃഖത്തോടെ എപ്പോഴും ഇരിക്കണം. ഹല്ലേലൂയ. പാപഭാരം കൊണ്ട് എപ്പോഴും കുനിഞ്ഞിരിക്കേണ്ട ഒരു ഗതികേട് എപ്പോഴും പിശാച് നമ്മളിൽ വരുത്തും. എന്നാൽ ദൈവം ഹല്ലേലൂയ ഒരു അഭിഷേകം നിൻ്റെ മേൽ പകർന്നാൽ ഹല്ലേലൂയ നിൻ്റെ തല ഉയർന്നു തന്നെ ഇരിക്കും. ഹല്ലേലൂയ. എത്ര വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഹല്ലേലൂയ. കർത്താവ് കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ദൈവമാണ്. നുബൽക്കാലം ആരെങ്കിലും കുനിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ, പിശാച് ആരെങ്കിലും നിന്റെ തോളിൽ ചുമട് ഹല്ലേലൂയ വെച്ചിട്ടുണ്ടെങ്കിൽ, നുബൽക്കാലം കർത്താവ് അതിനെ അഴിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു അഭിഷേകം നിന്റെ മേൽ, കർത്താവിനാൽ അല്ലാതെ ഇത് നീങ്ങത്തില്ല. യേശുവിൻ്റെ സാന്നിധ്യമില്ലാതെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലാതെ ഈ നുകം നമ്മളിൽ നിന്ന് മാറത്തില്ല. നുബൽക്കാലം കർത്താവിനോട് പറയണം, കർത്താവേ ഒരു അഭിഷേകം എൻ്റെ മേലൊന്ന് പകരണം ഈ നാളുകളിൽ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ആരെ ഏൽപ്പിച്ചു കൊടുക്കുന്നോ അവൻ്റെ മേൽ ദൈവശക്തി വ്യാപരിപ്പാനിടയായിത്തീരും. എത്ര വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. എനിക്ക് പരിശുദ്ധാത്മാവിന് വേണം എത്ര ആഗ്രഹമുണ്ട് ഇതുപോലെ കാലം. ഹല്ലേലൂയ. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതം അനുഗ്രഹമാകത്തുള്ളൂ. നമ്മുടെ മേലുള്ള എല്ലാ ചുമടും ഹല്ലേലൂയ മാറത്തുള്ളൂ. കർത്താവിൻ്റെ സന്നിധിയിൽ വന്നാൽ എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാണെന്ന് ഹല്ലേലൂയ കർത്താവ് പറയുന്നു. ഇതുപോലെ കാലം ദൈവസന്നിധി നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തുള്ള ഒരുമിച്ച് പാടാം. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമെന്ന് നമുക്ക് ഒന്നിച്ച് പാടി കർത്താവിനെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പ്രൈസ് ഗോഡ്. കരങ്ങളൊക്കെ ഒന്ന് ചേർത്ത് സന്തോഷത്തോടെ പരിശുദ്ധാത്മാവെ ഇതുപോലെ കാലം ഒരു പുതിയ നിറവിനാൽ നിറയ്ക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ച ദൈവത്തെ ആരാധിച്ചാണ്. പഴയ അവസ്ഥയല്ല, ഒരു സ്പെഷ്യൽ അനോയിന്റിങ് യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ മേൽ പകരണമേ എന്നൊന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ ഒന്ന് ആരാധിക്കാം നമുക്ക് ഒരുമിച്ച്. ഹല്ലേലൂയ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, ഓടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ചേർന്ന് പാടിയാട്ടെ. ഓ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, ഓടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അതുകൊണ്ട് പറഞ്ഞാട്ടെ, അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം, അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. പറഞ്ഞാട്ടെ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, ഓടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ,
സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാ. ഓ അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാ. ഓ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഓ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. പാടിയാട്ടെ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ. പറഞ്ഞാട്ട് ഹല്ലേലൂയ. ഓ കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ. പറഞ്ഞാട്ടെ, നിന്റെ നാവിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ അധികാരത്തിൽ പറഞ്ഞാണ്. ഓ അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, യേശുവേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, ദൈവത്തിൻ്റെ ആത്മാശക്തി. പാടിയാട്ടെ. ഓ സൈന്യത്താലെ അല്ല, ശക്തിയാലുമല്ല, ദൈവത്തിൻ്റെ ആത്മാശക്തിയാലത്രേ. ഓ ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പിന്മഴ പെയ്യണം, മാലിന്യം മറയണം, നിഞ്ജനമുണർന്നു വേല ചെയ്യുവാൻ. മുൻമഴ പെയ്യണം, മാലിന്യം മറയണം, നിഞ്ജനമുണർന്നു. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവനദി ഒഴുകാൻ. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവനദി ഒഴുകാൻ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത തുറക്കാനതാ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്നു തുറക്കാനഥ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ഓ ചൈതന്യം നൽകണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. ഓ ചൈതന്യം നൽകണം, നവ
നവജീവൻ വേണം നിത്യതയിലെത്തി ആശ്വസിക്കുവാൻ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. ഓ മുൻമഴ പെയ്യണം, മാലിന്യം മറയണം, നിഞ്ജനമുണർന്നു വേല ചെയ്യുവാൻ. മുൻമഴ പെയ്യണം, മാലിന്യം മറയണം, നിഞ്ജനമുണർന്നു വേല ചെയ്യുവാൻ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിച്ചാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അസ്ഥികളുടെ താഴ്വരയിൽ ഇന്ന് പകൽക്കാലം പ്രവാചകനോട് കർത്താവ് പറഞ്ഞതുപോലെ ഹല്ലേലൂയ, അസ്ഥികളെ നോക്കി നീ പ്രവചിക്കുക എന്ന് പകൽക്കാലം. ഹല്ലേലൂയ. അസ്ഥി ഹല്ലേലൂയ, ഉണങ്ങിയ അസ്ഥിയുടെ മേൽ ദൈവശക്തി എന്ന് പകൽക്കാലം വ്യാപരിക്കുകയാണ്. നിന്റെ നാവിന്റെ മേൽ ദൈവശക്തി പകർന്നിട്ടുണ്ടെന്ന് പറഞ്ഞാട്ടെ, ആദരങ്ങൾ തുറന്നു പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നീയോ യഹോവ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വം എന്റെ തല ഉയർത്തുന്ന ദൈവമാകുന്നു. ഈ പറഞ്ഞത് തന്നെ സംഭവിക്കുവാനിടയായി തീരും. വിശ്വാസത്തോടൊന്ന് പറഞ്ഞാട്ടെ, ആദരങ്ങൾ തുറന്നു പറഞ്ഞാട്ടെ. കർത്താവിനെ ഇന്ന് വിശ്വാസത്തോടു കൂടി ദൈവത്തെ ആരാധിച്ചാട്ടെ. ചില നിമിഷങ്ങൾ ഹല്ലേലൂയ ഇരിക്കുന്നവർ മറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ആദരങ്ങൾ തുറന്ന് നന്ദിയോടെ യേശുവിന് ആരാധന. കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവിനാൽ എന്നെ ഒന്ന് നിറയ്ക്കണമെന്നൊന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എന്റെ അശുദ്ധിയെല്ലാം മാറി വിശുദ്ധനാക്കി എന്ന് പകൽക്കാലം എന്നെ തീർക്കണമേ. നന്ദിയപ്പാ. We worship you, Lord. കരങ്ങളെ ചേർത്തടിച്ച് ചില നിമിഷങ്ങൾ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. എല്ലാ മടുപ്പുകളും മാറട്ടെ. യേശുവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ഒന്ന് സ്നേഹിച്ചാട്ടെ. പൂർണ്ണ ശക്തിയോടെ കർത്താവിനൊന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. നന്ദി യേശുവേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്രൈസ് ഗോഡ്. കരങ്ങൾ ഉയർത്തി ഒരു പ്രാവശ്യം കൂടി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറഞ്ഞു, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കും. നമ്മെ അറിയുന്ന ഒരു ദൈവം ഹല നമ്മുടെ കൂടെയുള്ളത്. എത്ര വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇത്ര കോടി ജനങ്ങൾ ലോകത്തിൽ ഉണ്ട്. ഹല്ലേലൂയ. അവരെല്ലാം കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കംപ്ലയിൻസ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഓർക്കും, ഇത്രയും പേരുടെ പ്രാർത്ഥന എങ്ങനെയാണ് ദൈവം കേൾക്കുന്നത്? ഹല്ലേലൂയ. ദൈവം സർവ്വശക്തനാണ്. ഹല്ലേലൂയ. ഓരോ നിമിഷവും നമ്മളൊരു മനുഷ്യനോടൊരു കംപ്ലയിൻറ്റ് പോയി പറഞ്ഞാൽ അടുത്ത ദിവസം പറയും വരണ്ടെന്ന് പറയും. ഹല്ലേലൂയ. പോയി പണി നോക്കാൻ പറയും. പക്ഷേ ദൈവം ഒരിക്കലും തള്ളിക്കളയുന്ന ദൈവമല്ല. ഹല്ലേലൂയ. എത്ര കംപ്ലയിൻറ്റ് പറഞ്ഞാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ അവനെ ഓർത്തു വെക്കുന്ന ദൈവം. കാരണം നിന്നെ ദൈവത്തിന് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ. നമ്മളെ നന്നായിട്ട് അറിയാം. നമ്മുടെ സ്വഭാവവും ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിൻ്റെ വിഷമങ്ങളും വിചാരങ്ങളും എല്ലാം ദൈവത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. പോലെക്കെല്ലാം നിലവിളിച്ചാൽ ദൈവം കേൾക്കും. ആമേൻ. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ഒന്ന് സ്നേഹിച്ച് ഹല്ലേലൂയ. കർത്താവ് നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു തരും. ഹല്ലേലൂയ. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് തരുമെന്നാണ് പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവിലൊന്ന് രസിച്ചാൽ, ഹല്ലേലൂയ, കർത്താവിലൊന്ന് സന്തോഷിച്ചാൽ മറ്റെന്തിനേക്കാട്ടിലും അധികമായി യേശുവിനൊന്ന് സ്നേഹിക്കാൻ തുടങ്ങിക്കേ. ഹല്ലേലൂയ. നിൻ്റെ കാര്യങ്ങൾ പ്രാർത്ഥിക്കുക പോലും വേണ്ട, ദൈവം എല്ലാം നടത്തി തന്നോളും. ഹല്ലേലൂയ. അത്ഭുതകരമായി എന്നെ നടത്താമെങ്കിൽ നിങ്ങളെ നടത്തുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. ഏതു വിഷയത്തിന് മേലും പ്രവർത്തിപ്പാൻ ശക്തനായ സർവ്വശക്തൻ്റെ മുമ്പിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ ഇതുപോലെ വിശ്വാസം വർദ്ധിക്കണം. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പ്രാർത്ഥിച്ച് വിശ്വാസം വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തോടുള്ള ഹല്ലേലൂയ ഇതുപോലെ ഒരു വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പഴയതുപോലല്ല, പുതിയതൊന്ന് ചെയ്യുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. എല്ലാം കാണുന്ന ദൈവം, എല്ലാം അറിയുന്ന ദൈവം നമ്മളെ പോറ്റുവാൻ ശക്തനാണ്. ആമേൻ. ഇതുപോലെ കാലം അതുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിങ്ങളെ ആരാധിപ്പിക്കാൻ വേണ്ടിയല്ല പറയുന്നത്. പോലെ കാലം കർത്താവിനെ ഒന്ന് സ്നേഹിച്ചാൽ ദൈവം നിൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന പോലെ കാലം കർത്താവിനെ ഹല്ലേലൂയ കാണാൻ ആഗ്രഹിച്ച ഹല്ലേലൂയ ഹല്ലേലൂയ സക്കായി കാട്ടത്തിമേൽ കയറി. കർത്താവ് അതിനു മുമ്പേ കണ്ടിരുന്നു. അവനിവിടെ കയറുമെന്നും എന്നെ കാണുവാൻ കയറുമെന്നും എല്ലാം അറിയാം. കർത്താവിന് വേണമെങ്കിൽ അവനെ ഉപേക്ഷിക്കാം. അവൻ പാപി അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് വേണമെങ്കിൽ കടന്നു പോകാം. പക്ഷേ കർത്താവ് അവനെ കണ്ടു. ആമേൻ. ഹല്ലേലൂയ. ഇവൻ എന്നെ കാണുവാൻ ആഗ്രഹിച്ചു. ഇവൻ ഒരു പക്ഷേ പാപിയാണ്, പക്ഷേ എന്നെ കാണുവാൻ ആഗ്രഹിച്ചതുകൊണ്ട് ഞാൻ ഇവനെ വിട്ടിട്ട് പോകത്തില്ല. ഇവൻ്റെ അവസ്ഥ അറിഞ്ഞ് ഇവൻ്റെ വീട്ടിൽ ഞാൻ പാർക്കുവാൻ പോവുക. ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ദൈവം ചെയ്യുന്നത്. ഹല്ലേലൂയ.
ഇന്നുപോലെ കാലം എന്തെല്ലാം പ്രശ്നങ്ങൾ പാപത്തിലാണെങ്കിലും ഒരു വിഷയമില്ല. ഇന്നുപോലെ കാലം ദൈവത്തെ ഒന്ന് സ്നേഹിച്ച് ഇന്നുപോലെ കാലം കർത്താവ് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ദൈവം ക്ഷമിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ. ഇതുപോലെ കാലം കുറവുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, കർത്താവിനോട് അടുക്കുവാൻ അത് കഴിയാതെ വണ്ണം ഹല്ലേലൂയ മറയായി നിൽക്കുന്നെങ്കിൽ ഇതുപോലെ കാലം ദൈവത്തോട് അപേക്ഷിച്ചിട്ട് കർത്താവെ എന്നോട് ക്ഷമിക്കണം, ഞാൻ അങ്ങയെ സ്നേഹിപ്പാൻ ആഗ്രഹിക്കുക, എൻ്റെ ജീവിതത്തെ ഒന്ന് മാറ്റണം കർത്താവെ. എനിക്ക് ഇങ്ങനെ ഇരുന്നാൽ പോരാ, ദൈവത്തെ ഒന്ന് കൂടുതൽ സ്നേഹിക്കണം, കൂടുതലൊന്ന് അറിയണം കർത്താവെ, നിന്റെ വഴികളെ എന്നെ ഒന്ന് പഠിപ്പിക്കണം എന്ന് പറയുമ്പോൾ ദൈവം നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് ഇടയായിത്തീരും. നമുക്ക് ഒന്നിച്ച് പാടാം. കർത്താവിലും എൻ്റെ ആശ്രയം, കർത്തൃസേവ തന്നെ എൻ്റെ ആഗ്രഹം. കർത്താവിലും എൻ്റെ ആശ്രയം, കർത്തൃസേവ തന്നെ എൻ്റെ ആഗ്രഹം. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു ചൊല്ലും ഞാൻ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൂഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൂഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. തൻ സ്വന്ത ജീവൻ തന്ന രക്ഷകൻ, തള്ളുകില്ല ഏതു ദുഃഖ. വിശ്വാസത്തോടൊന്ന് പാടിയാൽ ഹല്ലേലൂയ. തൻ സ്വന്ത ജീവൻ തന്ന രക്ഷകൻ, തള്ളുകില്ല ഏതു ദുഃഖ നാളിലും. തന്തിരു കൈകളാൽ താങ്ങി നടത്തിടും, തൻ സ്നേഹം ചൊല്ലുവാൻ ഓരവാക്കുകൾ. തന്തിരു കൈകളാൽ താങ്ങി നടത്തിടും, തൻ സ്നേഹം ചൊല്ലുവാൻ ഓരവാക്കുകൾ. അതുകൊണ്ട് ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നു വാഴ്ത്തുമേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നു വാഴ്ത്തുമേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൂഴിയിൽ ഹല്ലേലൂയ. ഉറപ്പോടെ സന്തോഷത്തോടെ ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൂഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. എൻ സ്വന്ത ബന്ധു മിത്രരേ വരും, എന്നെ കൈവിട്ടാലും ഖേദമെന്തിനാ. എൻ സ്വന്ത ബന്ധു മിത്രരേ വരും, എന്നെ കൈവിട്ടാലും ഖേദമെന്തിനാ. കൈവിടില്ലെന്നു താൻ വാഗ്ദത്തമുള്ളതാ, ആശ്രയിച്ചെന്നും ആശ്വസിച്ചടിയടേ. കൈവിടില്ലെന്നു താൻ വാഗ്ദത്തമുള്ളതാ, ആശ്രയിച്ചെന്നും ആശ്വസിക്ക. അതുകൊണ്ട് ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നു വാഴ്ത്തുമേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നു വാഴ്ത്തുമേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൂഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൂഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. തൻ സ്വന്ത ജീവൻ തന്ന രക്ഷകൻ, തള്ളുകില്ല ഏതു ദുഃഖനാ. വിശ്വാസത്തോടെ പാടിയാടെ. തൻ സ്വന്ത ജീവൻ തന്ന രക്ഷകൻ, തള്ളുകില്ല ഏതു ദുഃഖനാടി. തന്തിരു കൈകളാൽ താങ്ങി നടത്തിടും, തൻ സ്നേഹം ചൊല്ലുവാൻ ഓരവാക്കുകൾ. തന്തിരു കൈകളാൽ താങ്ങി നടത്തിടും, തൻ സ്നേഹം ചൊല്ലുവാൻ ഓരോ. അതുകൊണ്ട് ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നു വാഴ്ത്തുമേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ
സന്തോഷത്തോടെ ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൂഴിയിൽ പാടും ഞാൻ. വിശ്വാസത്താൽ ഞാൻ യാത്ര ചെയ്യുമെന്ന് വീട്ടിലെത്തുവോളം ക്രൂശിൻ പാതയിൽ. വിശ്വാസത്താൽ ഞാൻ യാത്ര ചെയ്യുമെന്ന് വീട്ടിലെത്തുവോളം ക്രൂശിൻ പാതയിൽ. ഓ വന്ദിത പോലൊരു ക്ലേശങ്ങൾ വന്നാലും വല്ലഭൻ ചൊല്ലി എല്ലാം മാറിടും. ഓ വന്ദിത പോലൊരു ക്ലേശങ്ങൾ വന്നാലും വല്ലഭൻ ചൊല്ലി എല്ലാം മാറി. അതുകൊണ്ട് ആനന്ദത്തോടെ ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൂഴിയിൽ ഹല്ലേലൂയാ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൂഴിയിൽ ഹല്ലേലൂയാ പാടും ഞാൻ. എൻ സ്വന്ത ബന്ധു മിത്രരേ വരും. ഓ എന്നെ കൈവിട്ടാലും ഖേദമെന്തിനാ. എൻ സ്വന്ത ബന്ധു മിത്രരേ വരും. ഓ എന്നെ കൈവിട്ടാലും ഖേദമെന്തിനാ. കൈവിടില്ലെന്നു താൻ വാഗ്ദത്തമുള്ളതാ ആശ്രയിച്ചെന്നും ആശ്വസിക്കും ഞാൻ. ഓ കൈവിടില്ലെന്നു താൻ വാഗ്ദത്തമുള്ളതാ ആശ്രയിച്ചെന്നും ആശ്വസിക്കും ഞാൻ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ഇത്ര നല്ല രക്ഷോ വേറെയില്ലൂഴിയിൽ ഹല്ലേലൂയാ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൂഴിയിൽ ഹല്ലേലൂയാ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൂഴിയിൽ ഹല്ലേലൂയാ പാടും ഞാൻ. വാഴ്ത്തുന്നേ എന്നേശുരാജനെ സർവകാലവും. ഓ കീർത്തിക്കുന്നു വൻകൃപകളോർത്തു നന്ദിയാ. വാഴ്ത്തുന്നേ എന്നേശുരാജൻ ചേർന്ന് പാടിയടേ. വാഴ്ത്തുന്നേ എന്നേശുരാജനെ സർവകാലവും. ഓ കീർത്തിക്കുന്നു വൻകൃപകളോർത്തു നന്ദിയാ. വാഴ്ത്തുന്നേ എന്നേശുരാജനെ. എൻ പാപം പേറി വൻ ക്രൂശിലേറി. എൻ പാപം പേറി വൻ ക്രൂശിലേറി. എൻ പാപം തീർത്തു നീ നിൻ ശാപമൃത്യുവാ. എൻ പാപം തീർത്തു നീ നിൻ ശാപമൃത്യുവാ. എന്നെ വീണ്ടെടുത്ത സ്നേഹദീപമേ ദൈവ സ്നേഹദീപമേ. എന്നെ വീണ്ടെടുത്ത സ്നേഹദീപമേ ദൈവ സ്നേഹദീപമേ. സ്വന്തമാക്കിയ നീ സ്നേഹമോർത്തു ഞാൻ പാടും ജീവനാൾ. പാടിയാടേ. സ്വന്തമാക്കിയ നീ സ്നേഹമോർത്തു ഞാൻ പാടും ജീവനാളെല്ലാം. വാഴ്ത്തുന്നേ എന്നേശുരാജനെ സർവകാലവും. ഓ കീർത്തിക്കുന്നു വൻകൃപകളോർത്തു നന്ദിയാ. വാഴ്ത്തുന്നേ എന്നേശുരാജനെ. എന്നുള്ളമാകവേ പ്രിയനോട് ചേരുവാൻ. എന്നുള്ളമാകവേ പ്രിയനോട് ചേരുവാൻ. കൊതിച്ചിടുന്നധികമായി പൊന്മുഖം കാണുവാൻ. കൊതിച്ചിടുന്നധികമായി പൊന്മുഖം കാണുവാൻ. എന്നെ കണ്ണുനീരകന്നു വാഴും ഞാൻ. പിന്നിലങ്ങു വാഴും ഞാൻ. എന്നെ കണ്ണുനീരകന്നു വാഴും ഞാൻ. പിന്നിലങ്ങു വാഴും ഞാൻ. ആ സ്വർഗീയ ദീനമെന്നു കാണും ഞാൻ. നാഥ എന്നു കാണും ഞാൻ. ആ സ്വർഗീയ ദീനമെന്നു കാണും ഞാൻ. നാഥ എന്നു കാണും ഞാൻ. വാഴ്ത്തുന്നേ എന്നേശുരാജനെ സർവകാലവും. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിൽ ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനെ പാടി ആരാധിപ്പാനും ദൈവ സാന്നിധ്യം അനുഭവിപ്പാനും കർത്താവ് നമുക്ക് കൃപ നൽകിയല്ലോ. തുടർന്ന് നാം അനുഗ്രഹിക്കപ്പെട്ട ദൈവദിന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഈ ആരാധനയിൽ അനുഭവിപ്പാൻ കർത്താവ് നമുക്കിടയാക്കിയല്ലോ. തുടർന്ന് ദൈവദിന ശുശ്രൂഷ നമുക്ക് അനുഗ്രഹമായി ആകുവാൻ നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഈ വിശുദ്ധ ആരാധന ലോകമെമ്പാടുമുള്ള പ്രിയപ്പെട്ടവരിൽ എത്തിപ്പാൻ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ് ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിക്കുന്നത്.
പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. പൗലോസ് ആൻഡ് ഫാമിലി അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ദൈവവരങ്ങളെ ഏൽപ്പിക്കുക. അവരുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാൻ, കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവവരെ ഐശ്വര്യമായി അനുഗ്രഹിപ്പാൻ സഭയുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ദൈവസഭയുടെ പ്രാർത്ഥന നിശ്ചയമായും ഈ വിശുദ്ധ ആരാധന സംബന്ധിക്കുന്ന എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഈ ആലയത്തിലായിരിക്കുന്ന എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും ദൈവം അവരുടെ വിഷയത്തിന്മേൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാൻ, അവർ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായ നന്മകളാൽ ദൈവം തന്നെ ജനത്തെ അനുഗ്രഹിപ്പാൻ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. വിശുദ്ധ ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങളുടെ വിലപ്പെട്ട ദാസനെ ദൈവവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവം തന്നെ ശുശ്രൂഷിപ്പാൻ പുത്തൻ അഭിഷേകം കൊണ്ട് കർത്താവ് ഞങ്ങൾ അവൻ്റെ ദാസനെ നിറയ്ക്കണമേ. വിശേഷാൽ ഈ ശുശ്രൂഷ ലോകമെമ്പാടുമുള്ള പ്രിയപ്പെട്ടവരിലേക്ക് എത്തിപ്പാൻ, അനേകരുടെ വിടുതലിന് കാരണമായി തീരുവാൻ, ഇതിന് മുന്നിൽ പ്രവർത്തിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിനായി, പ്രിയ പൗലോസ് ബ്രദറിനായി, കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവരെ അനുഗ്രഹിക്കേണ്ട വിഷയങ്ങളുമേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാൻ, കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതം ശ്രേഷ്ഠകരമായി തീരുവാൻ, ദൈവവരെ ഐശ്വര്യമായി അനുഗ്രഹിപ്പാൻ ഞങ്ങൾ സഭയെ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിവേഗമോടുന്ന വചനം അയക്കണമേ. ദൈവപ്രവൃത്തി അവർ കാണുവാൻ ഇടയാക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ് അവർ അനുഭവിപ്പാൻ ഇടയാക്കണമേ. ഈ വചന ശുശ്രൂഷ അനേകർക്ക് വിടുതലിന് കാരണമാകണമേ. ഈ ശബ്ദബീജികൾ ചെല്ലുന്ന ഇടങ്ങൾ അനേക ചലിക്കുന്ന പ്രാണികൾ എഴുന്നേൽപ്പാൻ ഇടയാക്കണം. രോഗികൾ സൗഖ്യമാകുവാൻ, പാപികൾ മാനസാന്തരപ്പെടുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, വിശ്വാസികൾ പൂർവാധികം ശക്തിപ്പെടുവാൻ, ഈ വിശുദ്ധ ആരാധന അനേക ഭവനങ്ങളിലെ ദൈവപ്രവൃത്തിക്ക് കാരണമായി തീരുവാൻ ഇടയാക്കണമേ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിലപ്പെട്ട ദാസൻ അനുജോർ ഭാഷക്കായി സ്തോത്രം. ഞങ്ങളുടെ ദാസൻ തുറന്ന് ദൈവം സംസാരിക്കുന്നത് അനുഗ്രഹത്തിന് കാരണമാകണം. ആമേൻ. ഈ കുടുംബത്തെ ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. മഹത്വമെല്ലാം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ദൈവവചന ശുശ്രൂഷയ്ക്കായി ജീസസ് വോയിസ് ചർച്ചിൻ്റെ ഫൗണ്ടർ പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ അനി ജോർജ് അവരുകളെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവസന്നിധിയിലാഗതരായിരിക്കുന്ന അനുഗ്രഹീതരും ശ്രേഷ്ഠന്മാരുമായ കർത്തൃദാസന്മാർ, ദൈവമക്കൾ, ഈ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി ശ്രവിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കുന്നു. കർത്താവിനെ ആരാധിക്കാനായിട്ട് നമുക്ക് ഭൂമിയിൽ ഒരവസരം കൂടെ ദൈവം തന്നതോർത്ത് കരമുയർത്തി ഒരു സ്തോത്രം ചെയ്താട്ട്. നിങ്ങളുടെ ആഗ്രഹം അറിഞ്ഞ് വിവിധ നിലകളിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടും. കർത്തൃദാസന്മാരിൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ കേൾക്കാൻ കർത്താവ് സഹായിക്കും. അതിനോട് ചേർന്നുള്ള ചില ചിന്തകളിലൂടെ ഇന്ന് നിങ്ങളുടെ മനസ്സിൽ തന്നിട്ട് നമ്മൾ ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കാനായിട്ട് പോകുകയാണ്. ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യമാണ് നിങ്ങളോട് പറയാൻ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ തന്ന ഒരു ദൈവനിയോഗം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനം. അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടക്കി. അവിടെ തൊട്ട് വായിച്ചാൽ മതി. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും തന്റെ ജനത്തിന്റെ നിന്ന സകല ഭൂമിയിൽ നിന്നും നീക്കിക്കളയുകയും ചെയ്യും. യഹോവയല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. മതി. നല്ല വചനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രവാചകനായ യെശയ്യാവ് പ്രവചിക്കുന്ന ഒരു പ്രവാചക വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ആ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. പ്രവാചകൻ 2 കാര്യങ്ങൾ പ്രവചിക്കുകയാണ്. നിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിനെ എൻ്റെ ദൈവം തുടച്ചു മാറ്റും. 2, നീ ഇപ്പോൾ സഹിക്കുന്ന നിന്ന നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഉരുട്ടിക്കളയും. ഈ 2 കാര്യങ്ങളാണ് പ്രവാചകൻ പ്രവചിക്കുന്നത്. എനിക്ക് അനുവദിക്കപ്പെട്ട സമയത്തിനുള്ളിൽ ഈ ദൂതിനെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. കണ്ണുനീരും കരച്ചിലും എക്കാലവും ഒരു ദൈവമക്കൾ എപ്പോഴും അവരുടെ പ്രാർത്ഥനാ മുറിയിൽ ഉണ്ടാകുന്നതാണ് കണ്ണുനീരും കരച്ചിലും. ഞാൻ തുടക്കത്തിലെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വചനം തുടങ്ങാം. ഒരിക്കലും ഒരു മനുഷ്യൻ്റെ മുമ്പിലും ഒരു വ്യക്തി കരയാൻ പാടില്ല. സ്തോത്രം. പക്ഷെ ദൈവത്തിന് മുമ്പിൽ കരയാതിരിക്കാനും പാടില്ല. സ്തോത്രം. ഒന്നുകൂടെ പറയാം. ഒരിക്കലും ഒരു ദൈവ പൈതൽ മനുഷ്യൻ്റെ മുമ്പിൽ കരയാൻ പാടില്ല. എന്നാൽ ദൈവത്തിന് മുമ്പിൽ കരയാതിരിക്കാനും പാടില്ല. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം.
നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് കരയണം. സ്തോത്രം. ദൈവമക്കളെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാമോ, ഈ സാധാരണ ആൾക്കാർ യോഗങ്ങളിലൊക്കെ പോകുമ്പം അവർ കരയണമെന്നൊന്നും നിർബന്ധമില്ല. യോഗത്തിന് പോയി നമ്മൾ സാധാരണ കല്യാണത്തിന് പോകുന്ന പോലെ പോയിരുന്നൊരു പാട്ടൊക്കെ കേട്ടു. എങ്ങനെ ഉണ്ടായിരുന്ന പാട്ട്? കുഴപ്പമില്ലായിരുന്നു, നല്ല മ്യൂസിക്കൊക്കെ ആയിരുന്നു. സ്തോത്രം. പാട്ടുകാരൻ എങ്ങനെ ഉണ്ടായിരുന്നു? അതിനെക്കാട്ടി മെച്ചമായിരുന്നു. സ്തോത്രം, കൊള്ളാം. അങ്ങനെയൊക്കെ പറഞ്ഞേച്ച് പോരത്തേ ഉള്ളൂ. പക്ഷേ ആത്മീയ യോഗങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? യോഗത്തിന് വന്നിരുന്ന പാട്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ കരയും, പ്രസംഗം കേൾക്കുമ്പോൾ ചിലപ്പോൾ കരയും. സ്തോത്രം, സ്തോത്രം. ചിലരിപ്പം വചനം കേൾക്കുമ്പോൾ തോന്നും നമ്മളോട് തന്നെയാണ് ദൈവം സംസാരിക്കുന്നത്. ഞാനൊക്കെ കണ്ടിട്ടുണ്ട് പ്രസംഗത്തിൽ ആൾക്കാർ നിയന്ത്രണം വിട്ട് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ചില സമയത്ത് രാത്രി പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുമ്പം നമ്മുടെ നില വിട്ട് നമ്മൾ കരയും. സ്തോത്രം, കരയും. ചില വിഷയത്തിൻ്റെ കാഠിന്യത്തിൽ നമ്മൾ കരയാറുണ്ട്. സ്തോത്രം. ഈ ബൈബിളിലെ ചില ഭാഗങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഞാൻ കൊണ്ടുവരാൻ പോവുക. സ്തോത്രം. ഒത്തിരി വർഷം കൊണ്ട് കരയുന്ന ചില വിഷയത്തിനകത്തു നിന്ന് കണ്ണുനീര് ഒപ്പിയെടുക്കുവാൻ കർത്താവ് ഇന്നത്തെ ദിവസം ആഗ്രഹിക്കുന്നുണ്ട്. അതെന്താണെന്നൊക്കെയാണ് ഞാൻ വിവരിക്കുന്നത്. 2 ദൂത മറക്കരുത്. ഇനിയും നിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിനെ അവൻ തുടച്ചു മാറ്റും. 2, നീ സഹിക്കുന്ന നിന്ന നിൻ്റെ കുടുംബത്തിൽ നിന്ന് ഉരുട്ടിക്കളയും. ഈ 2 കാര്യങ്ങൾ ആത്മീക ആശയത്തിൽ നിന്നുകൊണ്ട് വിവരിക്കാൻ പോകുകയാണ്. ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ കണ്ണുനീരൊഴുക്കുന്നവർ ധാരാളമുണ്ട്. ചില ആൾക്കാർ ചുമ്മാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കുണ്ട്. എന്ന് പറഞ്ഞാൽ മോൻ്റെ കാര്യം പറയുമ്പോൾ കരഞ്ഞു, മോടെ കാര്യം കരച്ചിൽ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയവരുണ്ട്. ചിലർക്ക് ഈ കരഞ്ഞുകൊണ്ട് എന്നോട് പറയാറുണ്ട്, പാസ്റ്റർ ഇതൊക്കെ അനുഭവിച്ചോളാം, ഇത് അനുഭവിക്കാനാണ് എൻ്റെ വിധി. സ്തോത്രം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം തന്നെ 2 കവിള് വഴി ഇങ്ങനെ ബ്രദറെ ഇത് അനുഭവിക്കാനാണ് ഞങ്ങളുടെ വിധി, അനുഭവിച്ചോ. അങ്ങനെയൊന്നും ബൈബിളിൽ ഇല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു കാര്യവുമില്ലാതെ കരയുന്ന ആൾക്കാരുമുണ്ട്, കാര്യത്തിന് കരയുന്ന ആൾക്കാരുമുണ്ട്. സ്തോത്രം. യോബിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ 1-2 വാക്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ശാന്തമായിട്ടൊന്ന് പോകാം. 16-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഭക്തനായ യോബ് പറയുന്നൊരു ചെറിയ കാര്യമുണ്ട്. അത് നമ്മളൊന്ന് ധ്യാനിച്ചു പോകാം. സ്തോത്രം. കരഞ്ഞു കരഞ്ഞ് എൻ്റെ മുഖം ചുവന്നിരിക്കുന്നു. കരഞ്ഞു കരഞ്ഞ് എൻ്റെ മുഖം ചുമന്നിരിക്കുന്നു. എൻ്റെ കണ്ണിന്മേൽ അന്ധതമസ് കിടക്കുന്നു. എൻ്റെ കണ്ണിന്മേൽ അന്ധതമസ് കിടക്കുന്നു. എങ്കിലും സാഹസം എൻ്റെ കൈകളിലില്ല. എൻ്റെ പ്രാർത്ഥന നിർമ്മലമത്രേ. കരഞ്ഞു കരഞ്ഞ് എൻ്റെ കണ്ണ് എന്ത് ചെയ്തിരിക്കുന്നു? ചുമന്നിരിക്കുന്നു. സ്തോത്രം. കണ്ണിന് ദീനം വന്നിട്ട് കണ്ണ് ചുമക്കുന്നവരും ഉണ്ട്, കരഞ്ഞിട്ട് കണ്ണ് ചുമക്കുന്നവരും ഉണ്ട്. സ്തോത്രം. പണ്ടൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കരയാനൊക്കെ ചുവന്നുള്ളി കൊണ്ട്, സ്തോത്രം, ചുവന്നുള്ളി എടുത്ത് ഇങ്ങനെ കണ്ണിലുടയ്ക്കും. എന്തിനാ? കണ്ണുനീര് വരാൻ. സ്തോത്രം. എന്നാലൊന്നും കരയുകയല്ല. നിങ്ങൾ കണ്ടില്ലയോ വീട്ടിൽ സവാള ഉള്ളി അരിയുന്നവർ? പണ്ടൊക്കെ, ഇപ്പോഴത്തെ ഉള്ളിയുടെ വരെ വീര്യം പോയി. സവാള ഉള്ളി അരിയുമ്പം ഉരിയുന്നതിനിടയിൽ അതാരും, നിങ്ങൾ ശ്രദ്ധിക്കണം, അതും ഒരു കരച്ചില്ല. സ്തോത്രം. ഈ ആക്ടർമാരൊക്കെ സീരിയലിലും സിനിമയിലും ഒക്കെ അവർ കരയുന്നത് ഒറിജിനൽ കരച്ചിലല്ല. ആണോ? അല്ല. അത് അവർ ആ ഒരു കഥയൊന്ന് ഫലിപ്പിക്കാൻ വേണ്ടി കരയുന്ന, അങ്ങനെ വല്ല കഥയ്ക്കും വേണ്ടി കരയല്ലേ. കരച്ചിൽ ഒറിജിനലായിരിക്കണം. പറയാം കരഞ്ഞ് കരഞ്ഞ് എൻ്റെ കണ്ണ് എന്ത് ചെയ്തിരിക്കുന്നു. ഇനി 16-19 വായിച്ചേ. ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലുമാ. എൻ്റെ സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു. എൻ്റെ കണ്ണോ ദൈവത്തിങ്കിലേക്ക് കണ്ണുനീർ പൊഴിക്കുന്നു. എൻ്റെ കണ്ണ് ദൈവത്തിങ്കിലേക്ക് കണ്ണുനീർ പൊഴിക്കുക. സ്തോത്രം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. വേദപുസ്തകത്തിൽ കരഞ്ഞു പ്രാർത്ഥിച്ചൊരു ഭക്തനായ യോബ് ലൈഫിൽ നഷ്ടപ്പെട്ടതെല്ലാം കണ്ണീര് കൊണ്ട് തിരിച്ചു പിടിച്ചവനായോ. സ്തോത്രം. എന്തോ പ്രാർത്ഥിക്കുന്ന ചിലരോടൊക്കെ ദൈവത്തിൻ്റെ ദൂത് കരച്ചിൽ നിർത്താനല്ല, നിന്റെ കണ്ണുനീർ ചിലതിനെയൊക്കെ തിരിച്ചു പിടിക്കാൻ പോകുകയാണ്. സ്തോത്രം. വീണ്ടും ഞാൻ വളരെ വചനത്തിൻ്റെ വെളിപ്പാടിൽ നിന്നുകൊണ്ട് പറയുക, മനുഷ്യൻ്റെ മുമ്പിൽ ആരും കരയരുത്. ആരുടെ മുമ്പിൽ കരയണം? ദൈവത്തിൻ്റെ മുമ്പിൽ കരയണം.
ഞാൻ പറയുന്ന കഴിയുമെങ്കിൽ വാതിൽ അടച്ചിട്ട് കരയണം. കാരണം ബൈബിൾ പറയുമ്പോൾ കണ്ണുനീരൊരു വിതയാണ്. അതൊക്കെ ഞാൻ താഴോട്ട് പ്രസംഗിച്ച് വരാം. ഭക്തനായ ദാവീദ്, സ്തോത്രം, 6-ാം സങ്കീർത്തനം ചമയ്ക്കുമ്പം അതിൻ്റെ 6-7 വാക്യങ്ങൾ ദാവീദ് പറയുന്നൊരു ഭാഗമുണ്ട്. ഇവിടെ പറഞ്ഞിട്ട് നമുക്ക് വളരെ മുമ്പോട്ട് പോകാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു. എൻ്റെ ഞരക്കം കൊണ്ട് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? തകർന്നിരിക്കുന്നു. രാത്രി മുഴുവൻ എന്റെ കിടക്കെ ഒഴുക്കുന്നു. കേട്ടോ, രാത്രി മുഴുവൻ ഞാൻ എൻ്റെ കിടക്കയിൽ കണ്ണുനീര് ഒഴുക്കുക. കണ്ണുനീർ കൊണ്ട് ഞാൻ എന്റെ കട്ടിലിനെ നനയ്ക്കുന്നു. എൻ്റെ കട്ടിൽ മുഴുവൻ നനയുക കണ്ണുനീര് കൊണ്ട്. ദുഃഖം കൊണ്ട് എന്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു. കേൾക്കണം, ആ കരഞ്ഞവൻ ആരായി? ഇസ്രായേലിന്റെ രാജാവായി. കണ്ടോ, വേദപുസ്തകത്തിൽ ആര് കരഞ്ഞിട്ടുണ്ടോ ആ കരഞ്ഞവന്റെ എല്ലാം ജീവിതം മാറിയിട്ടുണ്ട്. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ആദിമ പിതാക്കന്മാർക്ക് അവരുടെ പേരിൽ സ്വത്തില്ലായിരുന്നു, പണമില്ലായിരുന്നു. അവർ തലമുറയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തത് മുഴുവൻ കരച്ചിലായിരുന്നു. ഹല്ലേലൂയ. ഞാൻ പേരൻസിനോട് പറയാം, നിന്റെ കുഞ്ഞിന് സ്തോത്രം ഏതെങ്കിലും ഇൻഷുറൻസ് ചേർക്കുന്നത് ഞാൻ എതിരൊന്നുമല്ല, ചേർത്തോ. ബാങ്കിൽ FD ഇട്ടോ. ഈ കുഞ്ഞിനെ 5-ാം ക്ലാസ്സിലിട്ട് FD 25 വയസ്സാകുമ്പോൾ മച്ചുറാകുമ്പോൾ 5 കോടി കിട്ടും, വാങ്ങിച്ചോ. പക്ഷേ അതിനെക്കാട്ടും വലിയ ഇൻവെസ്റ്റ്മെൻറ്റാണ് നിന്റെ കണ്ണുനീര്. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയുവീൻ. അതാ കർത്താവിൻ്റെ വാക്ക്. ചോദ്യം, നിന്റെ കുഞ്ഞിന് വേണ്ടി ഒരിക്കലെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ നീ കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ കണ്ണുനീരിന് പ്രതിഫലമുണ്ട്. സ്തോത്രം. ഞാൻ ഇനി ഇച്ചിരി ഗഹനമായ ദൂതിലോട്ട് വരുക. സ്തോത്രം. അപ്പം ഇയ്യോബ് പറയുക, എൻ്റെ കണ്ണ് ചുമന്നിരിക്കുന്നു, ഞാൻ ദൈവത്തിന് മുമ്പിൽ കണ്ണുനീർ പൊഴിക്കുന്നു. ദാവീദ് പറയുകയാണ്, രാത്രി മുഴുവൻ ഞാൻ എൻ്റെ കിടക്കയിൽ കണ്ണുനീർ ഒഴുക്കുന്നു, എൻ്റെ കട്ടിൽ കണ്ണുനീര് കൊണ്ട് നനഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഒരു വാക്യം കൂടെ, 42-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യം. പെട്ടെന്ന് മുമ്പോട്ട് പോകാം. സ്തോത്രം. നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് പറയുന്നത് കൊണ്ട്. ഒരു ചോദിക്കുക, നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട്. അവരെന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി പുത്രന്മാര് പറയുക. അവര് ചോദിക്കുകയാണ്, നിന്റെ ദൈവം എവിടെ? നമ്മളോടൊക്കെ ഒരു ചോദ്യമാണ്. പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്ത് ചെയ്യാ നിന്റെ ദൈവം? ആരാധിച്ചിട്ട് എന്ത് ചെയ്യാ നിന്റെ ദൈവം? സ്തോത്രം. അവര് പറയാ, കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. സ്തോത്രം. ചില വിഷയത്തിന് വർഷങ്ങളായി കണ്ണുനീരൊഴുക്കുന്ന ചിലരോട് ദൈവം സംസാരിക്കുക. ഇന്ന് നിന്റെ കണ്ണീന്ന് ആ കണ്ണുനീര് തുടയ്ക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പദ്ധതികൾ വെളിപ്പെട്ടു വരികയാ. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇന്ന് ഈ ദൂത് കേൾക്കുന്ന മിനിറ്റ് വരെ നീ കണ്ണുനീരൊഴുക്കിയ ചില വിഷയത്തിന് ഇനിയും കണ്ണുനീരൊഴുക്കേണ്ടി വരത്തില്ല. ആ കണ്ണുനീര് തുടയ്ക്കത്തക്ക രീതിയിലുള്ളൊരു ദൈവപ്രവൃത്തി. യെശയ്യാ പ്രവചനം 38-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. അപ്പൊ കണ്ണുനീര് ആര് കാണും? ദൈവം കാണും. ദൈവത്തിന് കണ്ണുനീര് ആര് കാണുന്നുണ്ട്? ദൈവം കാണുന്നുണ്ട്. ഞാനൊരു പ്രവചന ദൂത് പറഞ്ഞുകൊണ്ട് പറയാം, നിന്റെ കണ്ണുനീര് കണ്ടിട്ട് ദൈവം നിനക്ക് വേണ്ടി വളരെ പെട്ടെന്ന് ചില പ്രവൃത്തി ചെയ്യാൻ പോവുക. നിന്റെ കണ്ണുനീര് കണ്ടിട്ട്, നിന്റെ സങ്കടം കണ്ടിട്ട്, നിന്റെ ദുഃഖം കണ്ടിട്ട്, ആരോടും തുറന്നു പറയാൻ കഴിയാതെ നീ കടിച്ചമർത്തുന്ന ആ സങ്കടം കണ്ടിട്ട്, നിന്റെ കണ്ണ് ചുമന്നത് കണ്ടിട്ട്, നിന്റെ കിടക്ക നീ കണ്ണുനീരോട് നനച്ചത് കണ്ടിട്ട്, നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യം നിന്നെ ദുഷിക്കുന്നത് കണ്ടുകൊണ്ട് ദൈവം പറയുകയാണ്, ഇനിയും നിന്റെ കണ്ണുനീരിന് ഒരു പരിഹാരം ഉണ്ടാകാവാ. ഓ സ്തോത്രം. മനസ്സുകൊണ്ടെന്ന് പറഞ്ഞ് ഞാൻ സന്തോഷിക്കുന്ന ദിവസങ്ങൾ വരുന്നുണ്ട്. മനസ്സുകൊണ്ടെന്ന് പറഞ്ഞ് ഞാൻ സന്തോഷിക്കുന്ന ദിവസങ്ങൾ. ഇരമ്യാവിനോടറിയാം, ഇരമ്യാവ് സ്തോത്രം ജനത്തിനിടയിൽ പ്രവചിക്കാൻ എഴുന്നേറ്റ ഒരു പ്രവാചകനാണ് ഇരമ്യാവ്. ദൈവം പറയുക, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഞാൻ നിന്നെ എന്ത് ചെയ്തു? അഭിഷേകം ചെയ്തു. സ്തോത്രം. പ്രവചിക്കാൻ ഇറങ്ങിയത് സ്തോത്രം ദൈവത്തിൽ നിന്ന് അകന്നുപോയ ജനത്തോടാണ്. അവർ അവനെ ഉപദ്രവിച്ചു. സ്തോത്രം. അവരുടെ രീതിയൊന്ന് മാറാൻ വേണ്ടി ഇരമ്യാവ് കരയുക. എപ്പോഴും ഓർക്കണം, ദൈവമക്കളുടെ ഇടയിലും രീതികൾ മാറാൻ വേണ്ടി പ്രവചിക്കുന്ന പ്രവാചകന്മാരെ എഴുന്നേൽക്കണം. സ്തോത്രം. മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പാപങ്ങളെ പ്രവചിക്കുന്ന പ്രവാചകർ എഴുന്നേൽക്കണം. ഇരമ്യാ പ്രവചനം 9-ാം അധ്യായത്തിൽ
ഇരമ്യാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന കിടപ്പുണ്ട്. 9-ാം അധ്യായത്തിൽ പ്രാർത്ഥന കിടപ്പുണ്ട്. ആ പ്രാർത്ഥനയൊന്ന് വായിച്ചു. 9-ാം അധ്യായം 1-ാം വാക്യം. അയ്യോ, എന്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹിതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന്. ഇരമ്യാവ് പറയാ, കർത്താവേ, രാവും പകലും കരയേണ്ടതിന് എന്റെ തല വെള്ളവും എന്റെ കണ്ണ് കണ്ണുനീരുറവും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഓ, എന്റെ തലയെ വെള്ളം കൊണ്ടൊന്ന് അഭിഷേകം ചെയ്യണം. എന്റെ കണ്ണ് വെള്ളത്തിന്റെ ഉറവയാക്കി തരണം. എന്താ കാര്യം പറയാം. ദൈവത്തിൽ എൻ്റെ ജനത്തിൻ്റെ പാപം നിമിത്തം. ഹല്ലേലൂയ. ഇനി ആ ഇരമ്യാവ് അങ്ങനെ കരയുന്ന ഇരമ്യാവിനോട് ഇരമ്യാ പ്രവചനം 31-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ദൈവം തന്നെ സംസാരിക്കുന്ന ഒരു ദൂതോടെ നമ്മുടെ ചിന്തകളെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാം. ഇരമ്യാ പ്രവചനം 31-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ അതേ ഇരമ്യാവിനോട് ദൈവം സംസാരിക്കുക. ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, കരയാതെ നിന്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക. കരയാതെ നിന്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക. നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. നിന്റെ പ്രവൃത്തിക്ക് ഉടനെ പ്രതിഫലമുണ്ട്. അവർ ശത്രുവിന്റെ ദേശത്തുനിന്ന് മടങ്ങി വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. കുടുങ്ങി കിടക്കുന്ന നിന്റെ സന്തതികള് ശത്രുവിന്റെ ദേശത്തുനിന്ന് മടങ്ങി വരാൻ പോകുകയാ. നീ കണ്ണുനീരൊരുക്കിയ വിഷയത്തിനകത്ത് ഉടനെ തന്നെ ഒരു തീർപ്പ് ദൈവം കൽപ്പിക്കുക. ഇനി ആ വിഷയത്തിൽ കരയണ്ട, ഇനി ആ വിഷയത്തിൽ സങ്കടപ്പെടണ്ട. ഈ വേദോത്സവത്തിൻ്റെ ഒരു വലിയ പ്രാധാന്യത എന്താണെന്നറിയോ? ബൈബിളിൻ്റെ ഒരു വലിയ പ്രാധാന്യത. സ്തോത്രം. ബൈബിളിൻ്റെ ഒരു വലിയ പ്രാധാന്യത, ബൈബിളിലെ ഏറ്റവും വലിയൊരു ശബ്ദമാണ് കരയുന്നവനോട് കരയണ്ട എന്ന് പറയുന്ന ശബ്ദം. സ്തോത്രം. ഈ ലോകത്തിൽ ഒത്തിരി പണ്ഡിതന്മാരും പാമരന്മാരും കുബേരന്മാരും കുചേലന്മാരും ഉണ്ടായിട്ടും ആരും ഇന്ന് വരെ ഒരുത്തൻ്റെ കരച്ചിൽ നിർത്തിയ ചരിത്രമില്ല. പക്ഷേ കരയണ്ട എന്ന് ബൈബിളിൽ പറയുന്ന ഒരാളേ ഉള്ളൂ. അവൻ്റെ പേരാ യേശു. ഇന്ന് ചില വിഷയത്തെ നോക്കി ദൈവം പ്രവചിക്കുക, ഇനിയും അതിന് കരയണ്ട, ഇനി ആ വിഷയത്തിൽ നീ കണ്ണുനീരൊഴുക്കണ്ട, ഇനിയും ആ വിഷയത്തിൽ നീ സങ്കടപ്പെടേണ്ട. നിന്റെ കവിൾത്തടങ്ങളിൽ നിന്ന് കണ്ണുനീരിനെ ഒപ്പിയെടുക്കുന്ന ആ ദൈവകൃപ ഇതിനകത്ത് വ്യാപരിക്കാൻ പോവുക. ഓ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ബൈബിളിലൊരു വാക്യമുണ്ട്, നിന്റെ വിലാപത്തെ ഞാൻ നൃത്തമാക്കി മാറ്റും, നിന്റെ രട്ടഴിച്ച് നിന്നെ ഞാൻ. എന്നോട് ദൈവം പറയാം, നീ കുറേ നാൾ ദുഃഖിച്ച വിഷയത്തിനകത്ത് സന്തോഷിക്കാനുള്ള വക ദൈവം ഉണ്ടാക്കി തരിക. എന്നോട് പരിശുദ്ധാത്മാ പറയുക, നിന്റെ കരച്ചിലിന് ഓപ്പോസിറ്റായിട്ട് ചില കാര്യങ്ങൾ നടക്കാൻ പോവുക. ഏതു വിഷയത്തിനെ ചൊല്ലി നീ കരഞ്ഞോ, അതേ വിഷയത്തിൽ, അതേ വീട്ടിൽ, അതേ മുറിക്കകത്ത്, അതേ സ്ഥലത്ത്, അതേ പട്ടണത്തിൽ, അതേ രാജ്യത്തിൽ, ഇനിയും കരയേണ്ടി വരികയില്ല. മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, അനുജനെ, പെങ്ങളെ, ചേട്ടത്തിയെ, നിന്നോട് ആത്മാവ് പറയുകയാണ്, ഇനിയും ദുഃഖിക്കേണ്ടി വരത്തില്ല കുഞ്ഞുമങ്ങളെ. എൻ്റെ ഉള്ളം പൊടിയുന്ന ഈ ദൂതെടുത്തോണ്ടിരിക്കുമ്പോൾ എന്നോട് ദൈവം പറയാ, ചില വീടുകൾക്കകത്തു ദൈവം ഇറങ്ങി വരും. നിന്നെ കുറെ നാൾ കരയിപ്പിച്ച നിന്റെ എതിരാളി നോക്കി നിൽക്കേ. നിന്റെ കണ്ണിലെ കണ്ണുനീരിനെ ഞാൻ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നൊരു ശബ്ദം പറയാം. നിന്റെ ദേശത്ത് ഒരു വീട്ടിലും കേൾക്കാത്ത ചില കേൾവി നിന്റെ വീട്ടിൽ കേട്ടു. ആ വിഷയത്തിന്റെ ചുരുളിന്ന് ദൈവം അഴിക്കുക. ഇനി ആ കേൾവി കേൾക്കത്തില്ല. ആ വിഷയത്തിൽ നിന്റെ കവിൾത്തടങ്ങളിലെ കണ്ണുനീരിനെ ഒപ്പിയെടുക്കുന്ന യേശു, ഇതാ നിന്റെ ഗതികേടുകൾ പൊട്ടാൻ പോകുകയാ. ഇനി നീ കരയേണ്ടി വരത്തില്ല. വിഷയത്തില് ദൈവം തൊട്ട് പറയുകയാണ്, ഇത് നിന്റെ അത്ഭുതത്തിന്റെ ദിവസമാ. കരച്ചിൽ മാത്രമല്ല, നിന്റെ നിന്ന കൂടെ എടുത്തു മാറ്റും. സ്തോത്രം. അടുത്തിരിക്കുന്ന ആളെ നോക്കി വെച്ച് പറ, സങ്കടപ്പെടണ്ടെന്ന് പറ, കരയണ്ടെന്ന് പറ. നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ ചില വിഷയങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവരുടെ ചുണ്ടുകൾ വൈബ്രേറ്റ് ചെയ്യും, അവരുടെ കൺപീലികൾ വെട്ടും, അവരുടെ മൂക്കുകൾക്ക് ചലനമുണ്ടാവും. പിടിച്ചു നിൽക്കാൻ വയ്യാത്ത സങ്കടം അണപൊട്ടി ഒഴുകുക. ചോദ്യം, ഇതാരും കാണുന്നില്ലയോ? ആരും കാണുന്നില്ലെന്ന് ചിലർക്ക് തോന്നാം, പക്ഷെ നിന്റെ കണ്ണുനീർ കാണുന്നൊരു ദൈവം. രാജാവിനോട് പറയാം, ഞാൻ നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. സ്തോത്രം. നിന്നെ കണ്ടില്ലേലും നിന്റെ കണ്ണുനീര് ദൈവം കാണുന്നുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച്, ബൈബിൾ തരുന്നൊരു വലിയ വെളിപ്പാടാണ് കരയണ്ട എന്നുള്ള വെളിപ്പാട്.
നമുക്ക് ബൈബിളിലോട്ട് ചിന്തകളെ നമുക്ക് കൊണ്ടുവരാം. ലൂക്കോസിൻ്റെ സുവിശേഷം എടുക്കാം, 7-ാം അധ്യായം എടുക്കാം. അതിൻ്റെ 13-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ധ്യാനം തുടങ്ങാം. വളരെ പരിചിതമായ വാക്യങ്ങളിലോട്ടാണ് ചിന്തകൾ പോകുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 13-ാമത്തെ വാക്യം. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു, അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. ഇവിടെ ഒരു സ്ത്രീയോട് കർത്താവ് നീ കരയണ്ട എന്ന് കർത്താവ് പറയുക. ചുമ്മാ പറഞ്ഞേച്ച് പോവല്ല. അവൾ കരഞ്ഞ വിഷയത്തിൽ ഇനിയും ഒരിക്കലും കരയണ്ട എന്നുള്ള അന്തരീക്ഷം കർത്താവ് ഉണ്ടാക്കുക. എനിക്ക് എന്നോ ദൈവാത്മാവ് ദൂത് പറയാം, നിന്റെ വീട്ടിലൊരു ദൈവപ്രവൃത്തി നടന്നാലേ നിന്റെ കരച്ചിൽ മാറത്തുള്ളൂ. ചില വീടുകളെ ദൈവം തെരഞ്ഞു പിടിച്ചു വരിക. സങ്കടം ചുമന്നുകൊണ്ട് നടന്നത് മതി, വിലാപയാത്ര നടത്തിയത് മതി. ഇന്ന് പകൽ നിന്നെ തൊട്ടിട്ട് പരിശുദ്ധാത്മാ പറയുക, നിന്റെ സങ്കടം. ഞാനൊരു ശബ്ദം ദൈവത്തിൽ നിന്ന് കേൾക്കുന്നു. സങ്കടം ചുമന്നുകൊണ്ട് നടക്കുന്ന ചിലരോടാ ഞാൻ ആ വാക്യ പശ്ചാത്തലം ഒന്ന് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ മനസ്സിലോട്ട് ഈ ദൂതിനെ കൊണ്ടുവരാം. സ്വന്തം നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്കിന്ന് ഭയങ്കര വിടുതലുകൾ വ്യാപരിക്കും. ചിലരെ ദൈവാത്മാവിന്ന് ആഴത്തിൽ ഇറങ്ങി തൊടുവാൻ പോകുകയാ. ഏത് വീട്ടിലിരുന്ന് നീ കരഞ്ഞോ ആ വീട്ടിൽ മറുപടി വരും. ഏത് ഓഫീസിൽ ഇരുന്ന് നിലവിളിച്ചോ അവിടെ മറുപടി വരും. ഏത് സ്ഥലത്തിരുന്ന് ദുഃഖിച്ചോ അവിടെ നിന്റെ നിന്ന മാറുന്ന മറുപടി. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് നടന്നൊരു സംഭവത്തെയാണ് വിവരിക്കുന്നത്. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ വെളിപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ വായിച്ചു കേട്ടത്. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വചനങ്ങളിലേക്ക് ചിന്തകളെ കൊണ്ടുപോകാം. പിറ്റേന്നാൾ അവൻ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരും കൂടെ പോയി. അവൻ പട്ടണത്തിന്റെ വാതിലോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ. ഇവിടെ ഒരമ്മ അമ്മയുടെ ഏകജാതനായ മരിച്ച മകനെയും കൊണ്ട് ആ പട്ടണം മുഴുവൻ ഇളകി നയീൻ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് വരികയാണ്. സ്തോത്രം. ഇച്ചിരിയുടെ പുറകിലോട്ട് ഇറങ്ങി ചിന്തിച്ചാൽ ഇവൾക്കൊരു ഭർത്താവുണ്ടായിരുന്നു, അവനും മരിച്ചു. ഇപ്പോഴൊരു മകനുണ്ട്, അവനും മരിച്ചു. ഒന്നുകിൽ ഈ കുഞ്ഞ് ഗർഭസ്ഥയായിരിക്കുമ്പോൾ അവൻ്റെ അപ്പൻ മരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ കുഞ്ഞ് ജനിച്ച ശേഷം മരിച്ചിട്ടുണ്ട്. ഒരു വിലാപയാത്ര ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പം നമ്മുടെ 2ാമത്തെ വിലാപയാത്രയും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. നാട്ടുകാര് താടിക്ക് കൈ കൊടുത്തോണ്ട് പറയുക, ഇതെന്തോ ഒരു അനർത്ഥം. പക്ഷേ ആ വിലാപയാത്ര നയീം പട്ടണത്തിന്റെ കവാടത്തിങ്കൽ എത്തിയപ്പോൾ യേശു ആ യാത്രയ്ക്ക് എതിർപ്പെട്ടു. ഞാനൊരു കാര്യം കൂടെ പറയാം. ഒരിക്കലും നടക്കത്തില്ലെന്ന് ചിന്തിച്ച ചില കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കാൻ പോവാ. ദുഃഖം ചുമന്നുകൊണ്ട് വരുന്ന നിന്റെ യാത്രയ്ക്ക് ഓപ്പോസിറ്റിൽ കൂടെ അത്യുന്നതന്റെ മറ്റൊരു യാത്ര വരുന്നുണ്ട്. ഇതൊരു കണ്ടുമുട്ടലിന്റെ ദിവസമാ. ജീസസ്. ഒരു സാധ്യതയും ഇല്ലാത്തടത്ത് ഇതാ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുക. ഒരു സാധ്യതയുമില്ല, പക്ഷെ അവിടെ ദൈവം ഇറങ്ങി വരികയാ. ചിലരുടെ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരുന്നാട്ട് ദൂതിന്റെ വിവരണത്തിലോട്ട് വരട്ടെ. നമുക്കറിയാം, ഒരു ഡെഡ് ബോഡി സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഇനി ആ കുഞ്ഞിനെ കുറിച്ച് ഒരു പ്രതീക്ഷയും വേണ്ട. സ്തോത്രം. ഇന്ന് ദൈവം ചില കണ്ണിന് കണ്ണുനീര് തുടയ്ക്കുന്ന വിഷയം പറയാം. ഒരു പ്രതീക്ഷയില്ലാത്ത വിഷയ ഇന്ന് തമ്പുരാൻ പൊക്കിയെടുക്കാൻ പോവുക. നീ ഇവിടെ ദൂത് ലൈവായി കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ ജീവിതത്തിൽ നിർജീവമായി കിടക്കുന്ന, ലോകം വിധി എഴുതി തള്ളിയ, കൊള്ളത്തില്ലെന്ന് പറഞ്ഞ, നടക്കത്തില്ലെന്ന് പറഞ്ഞ ആ വിഷയത്തിന് ജീവൻ വെക്കണം. ഓ ജീസസ്, ഓ ജീസസ്. എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് തരികയാ. ഈ വിഷയത്തിൽ കരഞ്ഞു നീ തീരത്തെ ഉള്ളെന്ന് ചിലര് പറഞ്ഞ ആ വാക്ക് ഇന്ന് ക്യാൻസലാവും. ഈ വിഷയത്തിൽ നീ കരയാൻ പോവുക, അല്ല ഈ വിഷയത്തിൽ നീ സന്തോഷിക്കാൻ പോവുക.
ഈ വിഷയത്തിൽ നീ ദുഃഖിക്കാൻ പോവല്ല, ഈ വിഷയത്തിൽ നീ ആനന്ദിക്കാൻ പോവുക. അതാ ഇന്നത്തെ ദൂത്. നയീം പട്ടണത്തിൻ്റെ വാതിക്കൽ ചെന്നപ്പോൾ യേശു ആ യാത്രയ്ക്ക് എതിരെ വരിക. ഇനി ആ വാക്യം ഒന്ന് വായിച്ചു കേൾക്കും നിങ്ങൾക്ക്. അപ്പൊ നിങ്ങളോട് ബാക്കി കാര്യങ്ങളോട് സംസാരിക്കും. അവൻ പട്ടണത്തിന്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരം അവളോടുകൂടി ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു. കർത്താവിന്റെ പ്രത്യേകതയാ, കർത്താവ് ഈ ചിലരെയൊക്കെ കാണുമ്പോ അങ്ങ് മനസ്സലി, ചിലരെയൊക്കെ കാണുമ്പോ കർത്താവിന് അങ്ങ് അടുത്തിരിക്കുന്ന ആളെ നോക്കി വെച്ച് പറയാം, നിന്നെ കാണുമ്പോൾ കർത്താവിന് മനസ്സലിയുന്നു. നിന്നെ കാണുമ്പോൾ കർത്താവിന് എന്തോ ആവും? മനസ്സലിയും. കർത്താവിന് അവളെ കണ്ടപ്പം, ഞാൻ ഇനി ചുമ്മാ ചോദിക്കട്ടെ, ഇവള് കരയുന്നത് യേശുവിനോടാണോ? അല്ല, ഇവക്ക് യേശുവിനെ അറിയത്തില്ല. തന്നോട് കരയാത്ത വിഷയത്തിനകത്ത ഇത്രയും ദൈവം ഇടപെട്ടെങ്കിൽ തന്നോട് നിലവിളിക്കുന്ന നിന്റെ കാര്യത്തിൽ എത്രയധികം. എന്റെ ചോദ്യം, ഈ സ്ത്രീ യേശുവിനോടാന്നാ കരയുന്നേ? നോ. കാരണം ഈ സ്ത്രീക്ക് ആരെ അറിയത്തില്ല, യേശുവിനെ അന്ന് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. യേശുവിനെ അറിയാത്തവിടെ കണ്ണുനീര് കണ്ട് അങ്ങോട്ടിടപെട്ടെങ്കിൽ അറിഞ്ഞ നിന്റെ കരച്ചിൽ കണ്ട് അടങ്ങിയിരിക്കുമോ നസ്രായൻ? അതുകൊണ്ടാ പറഞ്ഞത്, ഇനിയും നിന്റെ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീരൊഴുകണ്ട, ഇന്ന് ഞാനത് ഒപ്പിയെടുക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവൻ ആ സ്ത്രീയോട് പറയാം, കരയണ്ട. ഹോ, ഇന്നിവിടെ മുഴങ്ങുന്നൊരു ശബ്ദം, ഭാവി ഓർത്ത് കരയണ്ട, തലമുറ ഓർത്ത് കരയണ്ട, ജീവിതം ഓർത്ത് കരയണ്ട. നീ പ്രതീക്ഷിക്കാത്ത ചില അത്ഭുതങ്ങൾ നിന്റെ ലൈഫിൽ വെളിപ്പെടാൻ പോവുക. ചില ദൈവപ്രവൃത്തി നിന്റെ ലൈഫിൽ വെളിപ്പെടാൻ പോവുക. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമെന്ന്. ഓ ഹല്ലേലൂയ. എത്ര പേർക്ക് തിരിച്ചറിയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വീണ്ടും പറയുന്നു, ചില ദുഷ്ടശക്തികൾ ഇളകിപ്പോകും ഇവിടുന്ന്. നിന്റെ കുടുംബത്തെ വർഷങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്ന ചില ആഭിചാര മന്ത്രവാദ ശക്തികൾ, ചില ശരീരങ്ങളിൽ നിന്നും ചില ഇതിനകത്ത് ഭയങ്കര അഭിഷേകം ഒഴുകുവാൻ പോകുകയാണ്. നിങ്ങൾ ഇനി ഇച്ചിരൂടെ ശ്രദ്ധിച്ചിരുന്നാട്ട്. യേശു ആ സ്ത്രീയോട് പറയുകയാണ്, കരയണ്ട. ഒന്നുകൂടെ വായിച്ച ആ ഭാഗം. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു. ഒന്നുകൂടെ പറയാം, നിന്റെ ചില വിഷയത്തിൽ ദൈവം മനസ്സലിയും. ഒന്ന് പറഞ്ഞ എന്തോ ചെയ്യും? കർത്താവ് എന്നോട് മനസ്സലിയൊന്നൊന്ന് പറ, നെഞ്ചത്ത് കൈവച്ച് പറ, എന്നോട് മനസ്സലിയണേ. ഓ ജീസസ്, ഓ ജീസസ്. ഇനി ഒരു ഇഞ്ചി യാത്ര മുന്നോട്ട് പോകുകയല്ല, വിലങ്ങുതടിയായി കർത്താവ് നിൽക്കുക. സെമിട്രിയേക്കുള്ള ഈ യാത്ര ഇനി പോകുകയല്ല. ഈ യാത്ര ഇവിടുന്ന് ഡൈവേർട്ട് ചെയ്യാൻ പോവുക. ആരോടോ ഹോളി സ്പിരിറ്റ് പറയുന്നു, നിന്റെ യാത്രയെ ദൈവം വഴിതിരിക്കാൻ പോകുന്നു. ലോകം ഇതുവരെ കണ്ടത് നിന്റെ വിഷയത്തിൽ കാണത്തില്ല. ശ്രദ്ധിച്ചിരിക്കണം. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ആരുടെയൊക്കെ ലൈഫിൽ ഒരു പുതിയ ഡൈവേർഷൻ ഉണ്ടാവുക. ജീസസ്, നിങ്ങൾ കണ്ടിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വണ്ടി ഓടിച്ച് ചെല്ലുമ്പോൾ അവിടെ ഒരു സ്റ്റോപ്പിൻ്റെ ബോർഡ് വെച്ചിട്ട് ഒരാരോ കാണിക്കും, റൈറ്റ് റോഡ് എടുത്തു. കാര്യം റോഡ് പണിയാണ്. സ്തോത്രം. മറ്റൊരു റോഡ് വഴി പോയാൽ നിങ്ങൾക്ക് പോകേണ്ട റൂട്ടിലെത്താം. ഇതുപോലെ പരിശുദ്ധാത്മ പറയുക, ഇതുവരെ നീ ചുമന്നുകൊണ്ട് വന്ന വിലാപം മതി. ഒരു സ്റ്റോപ്പിൻ്റെ ബോർഡ് കാണിക്കുക, ഇനി വഴി തിരിച്ചു വിടാൻ പോവുക. ഇതെങ്ങോട്ടാ കർത്താവേ? നീ ലക്ഷ്യത്തിലെത്തും. നിന്റെ നിന്ന ഉരുട്ടി മാറ്റാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ നിനക്ക് വേണ്ടി വാദിക്കാൻ അഡ്വക്കേറ്റിന്റെ കോട്ട് ദൈവം വിടുന്നു. നിനക്ക് വേണ്ടി വാദിക്കാൻ. യെസ്, ഓ യേശുവിന്റെ നാമത്തിൽ. ഇതിനകത്ത് സംഭവിക്കുന്ന ചിലത്, ഇതിനകത്ത് നടക്കുന്ന ചില കാര്യങ്ങൾ ആത്മാവി വിളിച്ചു പറ, കർത്താവേ എൻ്റെ ലൈഫിൽ ഇതുവരെ നടക്കാത്ത ചിലത് ഇന്നത്തെ പ്രാർത്ഥനയിൽ. എന്നെ ശ്രദ്ധിച്ചേ, യേശു ആ സ്ത്രീയുടെ കരച്ചിൽ കണ്ടു. കർത്താവിൻ്റെ ഒരു പ്രത്യേകതയെ, കണ്ണുനീര് കാണുമ്പോൾ പെട്ടെന്ന് കർത്താവ് എന്തു ചെയ്യും? മനസ്സലിയും.
നിങ്ങൾ നോക്കിയോ, ഇന്നത്തെ ദിവസം നിങ്ങൾ അടുത്ത ആഴ്ച ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്നതിന് മുമ്പേ കർത്താവ് ചില കാര്യത്തിൽ മനസ്സലിഞ്ഞതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഉണ്ടാവും. ഞാനൊരു ദൈവത്തിൻ്റെ പ്രവാചകനാ. ഞാൻ ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന ശബ്ദമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത ചില ദിവസത്തിനുള്ളിൽ നീ ഈ ചർച്ചയിൽ വരുന്നതിന് മുമ്പേ പറയും, എൻ്റെ സങ്കടം കർത്താവ് അറിഞ്ഞു, കർത്താവ് അവളെ കണ്ട് മനസ്സലിഞ്ഞു. അടുത്ത പദം കൂടെ ഒന്ന് വായിക്കണേ. അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. കരയണ്ട. അപ്പൊ എല്ലാവരും കൂടെ യേശുവിനെ തുറിച്ച് നോക്കി. ഇവിടെ ആരാ ഇവളോട് കരയണ്ട? സമാധാന വാക്കല്ല. ഇപ്പൊ നമ്മളൊരു മരണ വീട്ടിൽ ചെന്നു, കുഞ്ഞ് മരിച്ചു കിടക്കുക, കുഞ്ഞിൻ്റെ അമ്മയുടെ കയ്യെ പിടിച്ചേച്ച് ആൻറ്റി കരയണ്ട എന്ന് നമ്മൾ കരഞ്ഞുകൊണ്ട് പറയും. പക്ഷെ യേശുവിൻ്റെ വാക്ക് അത്രയല്ല. കർത്താവ് സ്ട്രോങ് ആയിട്ട് പറയാം, കരയണ്ടോ. ബാൻഡ്യമേളം നിന്നു. സ്തോത്രം, ശ്രദ്ധിക്കണം. പാട്ടുകാർ നിന്നു, നാട്ടുകാർ നിന്നു, വീട്ടുകാർ നിന്നു. എന്നൂടെ പറയാം, ബാൻഡ്യമേളം നിന്നു, പാട്ടുകാർ നിന്നു, വീട്ടുകാർ നിന്നു, നാട്ടുകാർ നിന്നു, യേശു നിന്നു. ജീസസ്. ഒരിക്കലും ആരുടെയും ലൈഫിൽ നടക്കാത്ത ചില കാര്യങ്ങൾ നിന്റെ ലൈഫിൽ ഇന്ന് നടക്കുക. ജീസസ്. ചോദ്യം എന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളിതിൻ്റെ മറുപടി പറയണം. ഞാൻ ഇപ്പം ഈ ഇന്ത്യ എന്നുള്ള പ്രസംഗിക്കുന്നത്, ഇന്ത്യ മുഴുവൻ ബന്ധ ഹർത്താലാ ഒരു ദിവസം. ഒരു വണ്ടി ഓടാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. പാലിൻ്റെ വണ്ടിയും വിടുന്നില്ല, പത്രത്തിൻ്റെ വണ്ടിയും വിടുന്നില്ല. ഭയങ്കര ഹർത്താലാ. ചോദ്യം, ഒരുത്തനെ അടക്കാൻ കൊണ്ടുപോയ തടയോ? പറയണേ, ഇല്ല. അടക്കുന്നതിന് മാത്രം ഹർത്താലില്ല. ഉണ്ടോ? ഇല്ല. പറയൂട്ടോ, ഇല്ല. ഹർത്താലുകാർ തടഞ്ഞിട്ട് പറയാ, ജോണിച്ചാനെ അടക്കാൻ പറ്റുകയില്ല. പറയുമോ? പറയുന്നെങ്കിൽ അവന് കാര്യമായ അസുഖമുണ്ട്, പേരുക്കടയ്ക്ക് കൊണ്ടുപോകണം അവനെ. പേരുക്കടെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അതാ ഇങ്ങോട്ട് സഹകരിക്കേ. അല്ലാത്ത ആരും എന്ത് ചെയ്യത്തില്ല. എല്ലാ വണ്ടിയും തടഞ്ഞു പറയും, അടക്കത്തിന് വരുന്ന കാറിൽ നിന്നിറങ്ങി നടന്നു പോക്കൂ. മഞ്ചത്തൽ വരിക ഈ ഡെഡ് ബോഡി. കർത്താവ് നടുക്ക് കയറി എന്ന് പറഞ്ഞു, കരയണ്ട. അടുത്ത പദം നോക്കിയേ. അവൻ അടുത്തിയെന്ന് മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. കർത്താവിനറിയാം എവിടെ തൊടണോ. നിന്നെ ചുമന്നുകൊണ്ട് നടക്കുന്ന ചിലരുടെ ചുമച്ചൽ നിർത്തണമെങ്കിൽ ഇനിയും നിന്നെ ചുമന്നുകൊണ്ട് പോകുകയില്ല. ഇനിയും നിന്നെ ചുമന്നുകൊണ്ട് നടക്കത്തില്ല. നിർത്തി. അടുത്ത പദം കൂടെ. ബാല്യക്കാരാ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നെന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിപ്പാൻ തുടങ്ങി. നിങ്ങൾ എന്നെ നോക്കി, ഇങ്ങോട്ട് നോക്കാം. ഇപ്പം താഴെ കുഞ്ഞൊന്നും ഇരിക്കരുത്. നിങ്ങൾ നോക്കിയാൽ ആ ശവമഞ്ചത്തിനകത്ത് ഈ പെട്ടിക്കകത്ത് ഇത് വെച്ചിങ്ങനെ ഒരുത്തൻ മഞ്ചം വലിക്കുന്ന കേട്ടില്ലേ എങ്ങനെയാന്ന്? ഒരുത്തൻ കയറി നിന്ന് ഇങ്ങനെ നിന്ന്, പിന്നെ നമ്മളെ ബന്ധുക്കാരെല്ലാം കൂടി ഇങ്ങനെ ഇടത്തെ കൈ കൊടുത്തിട്ട് പോവാ. നിങ്ങൾ ശ്രദ്ധിക്കണം. പൊക്കോണ്ടിരിക്കുമ്പോൾ യേശു തൊട്ടേച്ച് ഇപ്പോൾ ചോക്കുന്നവരെല്ലാം നിന്നു, ബാൻഡ്യമേളം നിന്നു, പാട്ട് നിന്നു. അവർ നല്ലതായിട്ട് ഊതിയൊക്കെ വന്നതാണ്, പക്ഷെ അതെല്ലാം ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുക. പാട്ട് നിന്നു, സകല ട്രംസെറ്റും നിന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം. യേശു പറഞ്ഞു, അവനോട് എഴുന്നേക്കാൻ പറഞ്ഞു. അവൻ എഴുന്നേറ്റ് മന്ദത്തിൽ ഇരുന്ന ആൾക്കാരോട് ചോദിക്കുക, അച്ഛാ എന്നോണ്ട് വിശേഷം? കാര്യം മരിച്ചു വന്നു ഇവനെ അറിയാം. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, പറ. അറിയാവോ? ഇല്ല. എന്നെ എല്ലാവരും കൂടി ഇങ്ങനെ. അന്നേരം അവർ പറഞ്ഞടാ, നീ മരിച്ചായിരുന്നു. ആയിരുന്നോ? രാവിലെ തൊട്ട് എല്ലാവരും വീട്ടിൽ ഇരുത്തി. ഇനി അതിപ്പോൾ പ്രസംഗിച്ചായപ്പോൾ പിടി ഞാൻ പറയുന്നില്ല. ഈ ശവം കാണാൻ വരുമ്പോൾ അവസാനമായിട്ട് കൊടുക്കുന്ന എന്തുവാ? ഒരു ചുംബനം അല്ലേ? എൻ്റെ ഭാവനയെ ഞാൻ പറയുക. ഒരു ചായ ചുംബിച്ചേച്ച് വന്ന കട തുറന്നത് അച്ഛൻ്റെ കടയുടെ മുമ്പിലായി സംഭവം. ചുംബിച്ച പുള്ളി കടയിരുന്ന് നോക്കിയപ്പം ചുംബിച്ചവൻ പെട്ടിക്കകത്ത് എഴുന്നേറ്റിരുന്നേച്ച് എന്നാ ഉണ്ട്? നിങ്ങളൊന്ന് കണ്ടേ.
എന്തൊരവസ്ഥ! അത് ചുമ്മാ വായിച്ചങ്ങ് വിടരുത്. അത് എന്തൊരവസ്ഥയാ! 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അന്തരീക്ഷം നിങ്ങൾ നോക്കിയേ. മഞ്ചത്തേന്ന് അവൻ താഴെ ഇറങ്ങി. സ്തോത്രം. ഈ മഞ്ചം തിരിച്ചു വലിച്ചുകൊണ്ട് പോവാ. ഈ മഞ്ചത്തിൽ പെട്ടിയുണ്ട്. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, അടക്കിയില്ലയോ? ഇല്ല. സാധാരണ ഇന്ന് വരെ അടക്കാൻ കൊണ്ടുപോയ മഞ്ചമേ തിരിച്ചു വരൂ. ഇന്ന് മഞ്ചത്തിനകത്ത് എന്തോ ഉണ്ടാ. നിങ്ങൾ എൻ്റെ കൂടെ സഹകരിക്കണം. ഞാൻ വലിയൊരു കാര്യമാണ് പറയുന്നത്. കണ്ണുനീര് തുടയ്ക്കുന്ന കാര്യമാണ് പറയുന്നത്. മഞ്ചത്തിനകത്ത് എന്തോ ഉണ്ട്? പെട്ടി. എങ്ങോട്ട് കൊണ്ടുപോവാ? പെട്ടി വാങ്ങിച്ചതിൻ്റെ കടയിൽ കൊടുക്കുക. ഈ പെട്ടി ഇനി വല്ല ഉപയോഗമുണ്ടോ? പറ. യേശുവിൻ്റെ കാലത്തെ എൻ്റെ ചിന്ത പറയുക, യായിറോസിൻ്റെ വീട്ടിലൊക്കെ ഈ കൊച്ചു മരിച്ചപ്പോഴൊക്കെ ഈ നമ്മൾ മരണ വീട്ടിൽ പോകുമ്പോൾ ഒന്നീ ഒരു ശോശപ്പ കൊണ്ടുപോകും, അല്ലേ ഒരു 500 രൂപയുടെ ഒരു ബൊക്ക. പണ്ടൊക്കെ 150 ആയിരുന്നു, ഇപ്പം അല്ലേ ഒരു ബൊക്കയാണ് കൊണ്ടുപോകുന്നത്. അത് അവരിങ്ങനെ പൊതിഞ്ഞ് പേപ്പറിലൊക്കെ സ്റ്റാപ്ലറൊക്കെ അടിച്ച് തന്നിട്ട് നമ്മൾ ഈ മരണ വീടിൻ്റെ മേളിൽ ചെല്ലുമ്പോൾ ഈ പേപ്പറെല്ലാം ആരും ഒന്നും ചെയ്യാത്ത പോലെ അല്ലയോ പേപ്പറെല്ലാം ചില ആൻറ്റിവാനി പോകുമ്പോൾ ഈ ശോശപ്പയൊക്കെ നെഞ്ചത്ത് പിടിച്ചോണ്ടാണ് പോകുന്നത്. അതിൽ ബേബിച്ചാൻ അവസാനമായിട്ട് കൊടുക്കാമുള്ള നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ സഹകരിച്ച്. അപ്പം ഈ യായിറോസിൻ്റെ വീട്ടിൽ ചെന്ന് മേളിൽ ചാറ്റാസുമ കൊണ്ടിട്ടേച്ച് ഈ പൊതിയൊക്കെ അടിച്ച് താഴോട്ട് പോയപ്പോൾ അവൾ പറഞ്ഞു കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു. അതിനാ കൊച്ചവിടെ ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ചോദ്യം, ഇത് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ഇനി പറ. കടയെ തിരിച്ചെടുക്കുമോ? എൻ്റെ ചിന്ത പറയുക വാഴക്കാലയിലോട്ട്. യേശുവിൻ്റെ കാലത്ത് വഴി കിടന്നത് ശവപ്പെട്ടിയും ശോശപ്പയും റീത്തുമൊക്കെയാണ്. നമ്മുടെ കാലത്ത് ജോയി ഐസ്ക്രീമിൻ്റെ കപ്പ കിടക്കുന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് സഹകരിക്കണം. ഞാൻ വലിയ കാര്യത്തിലോട്ടാണ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടിരുന്നത്. അവൻ്റെ പേരാ യേശു. നോക്കിയേ, ഇവൻ ഈ ശവപ്പെട്ടി കൊണ്ട് ശവമഞ്ചം വലിച്ചുകൊണ്ട് പോവാ. അപ്പോൾ ഈ ആൾക്കാരെല്ലാം ചോദിക്കുക, തമ്മി ചോദിക്കുന്നില്ല, എന്തുവാടാ പെട്ടി? അപ്പോൾ ആൾക്കാർ ചോദിച്ചു, എന്തോ പറ്റി, അടക്കിയില്ലയോ? ഇല്ല. പെട്ടി എന്നാ തിരിച്ചുകൊണ്ട്, പെട്ടിക്കകത്തെ ആളെന്തിയെ? പുള്ളി അവിടെ സർവത്ത് കുടിക്കുന്നു. നിങ്ങൾ എന്നോട് ശ്രദ്ധിക്കണം. ഭവനിലെ ഈ മരണ വീട്ടിൽ നിന്നേ ചില ആൾക്കാരൊക്കെ, ഈ മരണത്തിൽ ഏറ്റവും അടുത്ത ആൾക്കാർ ഈ കരഞ്ഞ് തളരുന്നവരെ സെമിത്തേരി കൊണ്ടുപോകത്തില്ല. കൊണ്ടുപോകും, വീട്ടിൽ തന്നെ അവരിങ്ങനെ കരഞ്ഞുകൊണ്ടെടുക്കുക. അവരെ നോക്കാനൊരു 4-5 ആളും, ബാക്കി എല്ലാവരും എവിടെ പോവും? നിങ്ങൾ ഭവനെ കണ്ടോട്ട് വേണം ഇതെല്ലാം പറയാൻ. ഈ നടന്ന കാര്യമാണ്. ഇപ്പം ഇങ്ങനെ എല്ലാവരും കമന്ന് കടന്ന് കരയുക. കാര്യം മരിച്ചയാൾ 99 വയസ്സുള്ള ആളൊന്നും അല്ല. ആണോ? അല്ല. അതുകൊണ്ട് ഈ പ്രായം കുറഞ്ഞവരൊക്കെ മരിച്ചാൽ അവിടെ ആൾ കൂടും. 99 വയസ്സുള്ള ആൾ മരിച്ചാൽ നമ്മൾ പോയിട്ട് പറയും, ഏതായാലും ഇത്രയും വർഷം ജീവിക്കാൻ കൃപ തന്നല്ലോ, ഇനിയും പോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ടാറ്റ കൊടുത്ത് വെച്ച് പോരും. പക്ഷേ 16 വയസ്സുള്ള കൊച്ചിയാത്താലോ, അയ്യോ, അന്ന് പഞ്ചായത്തിലുള്ള മുഴുവൻ പേരും അവിടെ കരയും. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പം ചുരുക്കി പറയാം, യേശു ഇവനെ തൊട്ടു, ഇവൻ എഴുന്നേറ്റിരിക്കുക, വർത്താനം പറഞ്ഞു. എൻ്റെ ചിന്ത പറയുക, ശിഷ്യന്മാർ പറഞ്ഞൊരു പാട്ട് പാടാവും. ഈ ബാൻഡുകാരെല്ലാം നോക്കി നിൽക്കുക. അവർക്ക് ഈ ആകെ അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ, അതിൻ്റെ ട്യൂൺ പിടിച്ചപ്പം കർത്താവ് തന്നെ പറയാം, ഋതം മാറ്റിയിട്ടോ. നിങ്ങൾ എന്നെ നോക്ക. ഇവനൊരു പാട്ടുപാടി. ചുരുക്കി പറയാം, അങ്ങോട്ട് പെട്ടിക്കകത്ത് പോയവൻ ഇങ്ങോട്ട് തുള്ളിച്ചാടി വരിക. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. വീട്ടിൽ കരഞ്ഞു കിടക്കുന്ന ആളിൻ്റെ അടുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ജനലെ കൂടെ നോക്കിയപ്പോൾ ഒരാൾ തുള്ളിച്ചാടി വരുന്നു. അവൻ്റെ കണ്ണിനൊരു കാഴ്ചക്ക് കുഴപ്പമൊന്നുമില്ല. നോക്കിയപ്പം മുമ്പേ നമ്മൾ ചുംബിച്ച് വിട്ട ആളാ മുമ്പിൽ നിൽക്കുന്നത്. അവൻ ചെന്ന് വീട്ടിൽ പറഞ്ഞു, ആൻറ്റി എഴുന്നേര്, എന്നാ പറ്റി? ഘോഷയാത്ര വരുന്നു. ഇവിടെ മരണ വീട്ടിലന്ന് ഘോഷയാ. അതല്ല അമ്മേ, പിന്നെ എന്നാ അമ്മേ? നമ്മൾ ചുംബിച്ച് വിട്ട് ഇച്ചായന മുമ്പിൽ ഉണ്ടോ? മിണ്ടുന്നില്ല.
ഞാൻ ഈ ദൂത് പറയാം, 2 വിലാപം പടിയിറങ്ങിയ വീട്ടിലോട്ട് ഒരു ഘോഷയാത്ര തിരിച്ചു കയറുക. ഒറ്റ ഉത്തരമേ ഉള്ളൂ, യേശു. എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയുക, ഇനിയും നിന്റെ വീട്ടിൽ നിന്ന് ചിലത് പടിയിറങ്ങത്തില്ല. ഇനിയും നിന്റെ വീട്ടിൽ നിന്ന് ദുഃഖം പടിയിറങ്ങത്തില്ല. നിന്റെ വീട്ടിനകത്തൊരു ആനന്ദത്തിന്റെ ഘോഷം. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എനിക്കെന്തോ ദൈവാത്മാവ് ഉറപ്പ് തരിക, ചില വീടുകൾക്കകത്തോട്ട് ഇന്ന് ആ വിടുതലിൻ്റെ ഘോഷം വെളിപ്പെടട്ടെ. ഇനിയും നീ ദുഃഖിക്കേണ്ടി വരത്തില്ല. സന്തതിയെ ഓർത്തുള്ള ദുഃഖം, തലമുറ ഓർത്തുള്ള ദുഃഖം, വീടിനെ ഓർത്തുള്ള ദുഃഖം, അത് നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിനെ യേശു തുടച്ചു മാറ്റുക. ഒരു ഒറ്റ വാക്യം കൂടെ വായിച്ചിട്ട് ആ ഭാഗത്തുനിന്ന് പോകുക. സ്തോത്രം. അതുകൂടെ പ്രസംഗിക്കുന്നുള്ളൂ, എന്നിട്ട് ആ ഭാഗത്തുനിന്ന് പോകുക. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 52-ാമത്തെ വാക്യം കൂടെ വായിക്കാം. സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം. എല്ലാവരും അവളെ ചൊല്ലി കരയുകയും മുറയിടുകയും ചെയ്യുമ്പോൾ കരയണ്ട, അവൾ മരിച്ചില്ല, ഉറങ്ങുന്നത്രേ. 2-ാമത്തെ പദം വീണ്ടും പറയുക, കരയണ്ട, അവൾ മരിച്ചില്ല. നഷ്ടത്തെ ചൊല്ലി കരയണ്ട, അത് നഷ്ടപ്പെട്ടിട്ടില്ല, അതിനെ മടക്കി തരാം. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുക, നഷ്ടത്തെ ചൊല്ലി കരയണ്ട, അത് നിനക്ക് മടക്കി തരാൻ പോവുക. നിനക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത അളവില്. ഇതാരുടെ കാര്യമാ? യായിറോസിന്റെ വീട്ടിൽ നടക്കുന്ന കാര്യമാ. പള്ളിപ്രമാണിയുടെ വീട്ടിൽ നടക്കുന്ന കാര്യമാ. ആ കുട്ടി മരിച്ചുപോയി. സ്തോത്രം. ഈ മനുഷ്യൻ പോയി കാലേ വീണ് യേശുവിനെ വിളിച്ചോണ്ട് വരിക. ഒരു പ്രത്യേകത പറയാം, സാഹചര്യം മറന്ന കാൽക്കൽ വീണാൽ നിന്റെ വിഷയത്തെ തള്ളാതെ നിന്റെ കൂടെ വരുന്നവനായ യേശു. യോഗത്തിന് ആര് വന്നെന്നല്ല ഇവിടെ വിഷയം. നോക്കിക്കേ, 50,000 പേരുള്ള ഘോഷയാത്രയിൽ ഒരു ബർത്തിമായുടെ നിലവിളിക്ക് മുമ്പിൽ നിന്ന് മറുപടി കൊടുത്തവനായ യേശു. ഇന്ന് പകൽ നിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവനെ എന്തു ചെയ്യുന്നെന്നല്ല നിന്റെ വിഷയം. നിന്റെ ഉള്ളമറിയുന്ന ദൈവം, നിന്റെ കണ്ണുനീരൊപ്പുന്ന ദൈവം, നിന്റെ വിലാപം നൃത്തമാക്കുന്ന ദൈവം, നിന്റെ രട്ടടിച്ചു സന്തോഷം ഉടിപ്പിക്കുന്ന ദൈവം ഇന്ന് ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി. സ്തോത്രം. അതിന് മുകളിലത്തെ വാക്യം കൂടെ നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 51 മുതൽ നമുക്കൊന്ന് വായിക്കാം. വീട്ടിലെത്തിയാറെ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെയും ബാലയുടെ അപ്പനെയും അമ്മയും അല്ലാതെ ആരെയും അവൻ തന്നോടുകൂടെ അകത്ത് വരുവാൻ അവിടെ ചെന്നപ്പോ കുട്ടി മരിച്ചുപോയി. എല്ലാരെയും പ്രാർത്ഥിക്കാൻ കൊണ്ടുപോകാൻ കൊള്ളത്തില്ല. കൂടെ നിർത്താൻ കൊള്ളാം, പക്ഷെ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോകാൻ കൊള്ളത്തില്ല. കാര്യം കൊണ്ടുപോകുമ്പോൾ വല്ല നെഗറ്റീവൊക്കെ പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നെഗറ്റീവുള്ള ഇച്ഛായന്മാരെ വെളിയിൽ നിർത്തി, നെഗറ്റീവ് പറയാത്ത ശുശ്രൂഷകന്മാരെയും കൊണ്ട് അകത്ത് കയറി. സ്തോത്രം. ഒരു ശുശ്രൂഷകൻ രക്ഷപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പം അവൻ്റെ കൂടെ ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിക്കുന്നവർ വേണം. അങ്ങനെ എന്തേലും പറയട്ടെ, ഞങ്ങളെന്തോ വേണം എന്ന് പറഞ്ഞിരിക്കരുത്. ഇവിടെ അങ്ങനെ ഇല്ലാത്തതിനായി സ്തോത്രം. പത്രോസ് യോഹന്നാനും കൂടെ സുന്ദരൻ ദേവാലയ ഗോപുരവാദികൾ ചെന്ന് മുടന്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. യോഹന്നാൻ പ്രാർത്ഥിക്കുമ്പോൾ പത്രോസ്, എൻ്റെ കർത്താവെ ഒന്നും നടക്കല്ലേ. അല്ലെ, അവൻ്റെ പ്രാർത്ഥന നടന്ന അവനെ കുറിച്ചുള്ള പേര് പ്രസിദ്ധമാകും. അതുകൊണ്ട് കർത്താവെ അവൻ്റെ പ്രാർത്ഥന നടക്കരുത്, എൻ്റെ പ്രാർത്ഥന നടക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കൊണ്ടാണ് ഇന്ന് മുടന്തന്മാർ എഴുന്നേക്കാത്ത. എടാ, ആര് പ്രാർത്ഥിച്ചാലും മുടന്തിന് എഴുന്നേറ്റാൽ നിനക്ക് വിടുതലാ. സ്തോത്രം. ഞാനിന്നൊരു കാര്യം പറയാം ചാമി. സ്തോത്രം. നിനക്ക് പ്രാർത്ഥനയിൽ ഒന്ന് താങ്ങി പിടിക്കാമെങ്കിൽ പലർക്കും ഈ ദിവസങ്ങളിൽ വിടുതൽ കിട്ടും. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. ഞങ്ങൾക്കുള്ളത് എന്താടാ? നസ്രയൻ്റെ നാമം. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൂത് പറയുക, നിന്റെ വിലാപത്തെ മാറ്റാൻ കഴിയുന്ന യേശു. ഇനി വളരെ ഗഹനമായ ഭാഗത്തേക്ക് വന്ന ഞാൻ വാക്കുകളെ ചുരുക്കും. സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കണം. അവിടെ ചെന്നപ്പോൾ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാത്രമേ യേശു എന്ത് ചെയ്തുള്ളൂ? എന്നിട്ട് അവരുടെ കുടുംബത്തിലുള്ള മാതാപിതാക്കളെയും കൊണ്ടു കയറി. എന്നിട്ട് വായിച്ചാട്ടെ. എല്ലാവരും അവളെ ചൊല്ലി കരയുകയും മുറയിടുകയും ചെയ്യുമ്പോൾ കരയണ്ട, അവൾ മരിച്ചില്ല, ഉറങ്ങുന്നത്രയെന്ന് അവൻ പറഞ്ഞു. അവര് പറയാ കരയണ്ട. അടുത്ത പദവാ കരയണ്ട. അടുത്തിരിക്കുന്ന ആളെ നോക്കി വെച്ച് പറ, കരയണ്ടെന്ന് പറ. ഒന്ന് പ്രവചിക്ക്, കരയണ്ടെന്ന് പറ. എന്നോട് ഞാനിന്ന് കേൾക്കുന്നൊരു ശബ്ദം, ചിലരുടെ കരച്ചിൽ എന്നേക്കുമായി ചില വിഷയത്തിൽ നിൽക്കാൻ പോവുക.
ആ കരഞ്ഞ വിഷയത്തിനകത്തു തന്നെ നീ സന്തോഷിക്കുന്ന ദിവസങ്ങൾ വരുന്നു. ഇനി ആ വിഷയത്തിൽ സങ്കടപ്പെടാൻ ഇനി ആ വിഷയത്തിൽ ദുഃഖിക്കണ്ട, ഇനി ആ വിഷയത്തിൽ വ്യാകുലപ്പെടണ്ട, ഇനി ആ വിഷയം എത്ര പേർക്ക് മനസ്സിലാകുന്നതെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. എന്നിട്ട് അവിടെ എന്താ സംഭവിച്ചത് നിങ്ങൾ കരയണ്ട, അവൾ മരിച്ചില്ല, ഉറങ്ങുന്നത്രയെന്ന് അവൻ പറഞ്ഞു. പിന്നെ അവരും അവൾ മരിച്ചുപോയെന്ന് അറിക കൊണ്ട് അവനെ പരിഹസിച്ചു. ഇതാ പ്രശ്നം. ഒന്നും ചെയ്യാൻ സമ്മതിക്കുകയില്ല. പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ പരിഹാസികളുള്ളൊരു സ്ഥലം ഇവിടെ അല്ല, ഇവിടെയും കുറവൊന്നുമല്ല. സ്തോത്രം. ചിലൊക്കെ ചോദിക്കും, എന്നാ മരിച്ചവരെ ഒന്ന് ഉയർപ്പിക്കുക, ബോഡിയെല്ലാം ഞങ്ങളൊന്ന് കൊണ്ടുവരട്ടെ. മിണ്ടുന്നില്ല. കർത്താവിൻ്റെ വചനത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, രോഗിയെ സൗഖ്യമാക്ക, മരിച്ചവരെ. എൻ്റെ പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ പുസ്തകത്തിലും ഉണ്ടല്ലോ. ഉണ്ട്. ആ പുസ്തകം തന്നെയാണ് എൻ്റെ ഇരിക്കുന്നത്. ഞാൻ പുതിയതായിട്ടൊന്നും അച്ചടിപ്പിച്ചതല്ല, നിങ്ങൾ വായിച്ച കടയിൽ തന്നെയാണ് ഞാനും വായിച്ചത്. സ്തോത്രം. നിങ്ങൾ വായിച്ചതിനെക്കാട്ടി ഇച്ചിരൂടെ നല്ലതായിട്ടാണ് ഞാൻ വായിച്ചത്, അതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ പറയുന്നത്. അടുത്തിരിക്കുന്ന ആളെ നോക്കാം, ഇച്ചിരൂടെ ചൊവ്വേ വായിക്കണമെന്ന് പറ. നിങ്ങൾ പോയി സുവിശേഷം പ്രസംഗിക്കണം, രോഗികളെ സൗഖ്യമാക്കണം, മരിച്ചവരെ. എൻ്റെ കർത്താവ് പറഞ്ഞ കാര്യമാണ് ഇതൊക്കെ. നീ ചെയ്യാത്തത് എൻ്റെ കുഴപ്പമല്ലല്ലോ. രോഗികളുടെ മേൽ കൈവെക്കണം. ഞങ്ങൾ വിശ്വാസത്താലാണ് കൈവെക്കുന്നത്. സൗഖ്യമാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടോ? മിണ്ടുന്നില്ല. മനസ്സിലായോ? ഏത് രോഗവും, ഞാൻ എത്രയോ രോഗം പ്രാപിച്ചിട്ട് ഈ സ്റ്റേജിൽ പ്രസംഗിച്ചപ്പോൾ സൗഖ്യമായിട്ടുണ്ട്. സ്തോത്രം. എഴുന്നേക്ക് നടക്കാൻ വയ്യാതെ ഇങ്ങനെ നിന്ന് പ്രസംഗിക്കുക. സ്റ്റൈലിലൊന്നുമല്ല, താഴെ പോകാതിരിക്കാനാ. ഭാഷയ്ക്ക് രോഗം വരുമോ? എന്നെ ഉരുക്കൊണ്ടുണ്ടാക്കിയത്. ഞാനും നിങ്ങളെപ്പോലൊരു അപ്പനും അമ്മയ്ക്കും ജനിച്ചൊരു മകനാ. ഉരുക്കൊന്നുമല്ല. നിങ്ങൾക്ക് കൈക്കുവേദനയുണ്ട്, എനിക്കും. ഇവിടെ മിണ്ടുന്നില്ല. നിങ്ങൾക്ക് കാലുവേദനയുണ്ട്, എനിക്കും. നിങ്ങൾക്ക് പനി വന്നാൽ എനിക്കും. അവിടെ മിണ്ടുന്നില്ല. പാഷകോ ദേവനൊന്നുമല്ല, ശരിക്കും നിങ്ങളെപ്പോലെ ഒരാളാ. പക്ഷെ ഒരു കാര്യം പറയാം, ഞങ്ങൾ പ്രാപിച്ചേക്കുന്നൊരു വിശ്വാസമുണ്ട്, അതിൻ്റെ തലം വേറെയോ. തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, ഇവിടെ നടന്ന സംഭവം ഒന്ന് വിവരിക്കട്ടെ. സ്തോത്രം. അവരവനെ എന്ത് ചെയ്തു? പരിഹസിച്ചു. ഈ കർത്താവ് തൊട്ട് പരിഹാസം കേട്ടായതുകൊണ്ട് നമ്മൾ വലിയായിട്ട് ഈ പരിഹാസത്തെ ഒന്നും മൈൻഡ് ചെയ്യണ്ട. എന്തുവാ? ആരെങ്കിലും ഒരാൾ പരിഹസിച്ചാൽ പറഞ്ഞേ, എന്നെ ഇങ്ങനെ ആൾക്കാരെല്ലാം പരിഹസിക്കുവായുണ്ട്, ഞാൻ ഇനി സൂചിച്ചാഴ്ച വേലയൊന്നുമില്ല, നീ വേല ചെയ്യാതിരിക്കുന്ന നല്ലേ. ഇറങ്ങുമ്പോഴേ എന്തോ വിചാരിച്ചോണം. പരിഹാസമൊക്കെ ഒരു പാട്ടല്ലേ, പരിഹാസം ചൊല്ലി ശത്രു നേർക്ക് വരുമ്പോൾ സ്തോത്രം പാടി. പാടുന്നുണ്ട്, പക്ഷേ സ്തോത്രം പാടി ആശ്വസിച്ചോണമെന്നാ. സ്തോത്രം പാടി. അപ്പൊ ആരെയൊക്കെ പരിഹസിക്കുന്നുണ്ട്, സങ്കടപ്പെടുകയൊന്നും വരരുത്. കർത്താവ് സഹിച്ചതിൻ്റെ അത്രയും പരിഹാസം ഒന്നും നമ്മളാരും എന്ത് ചെയ്തിട്ടില്ല, സഹിച്ചിട്ടില്ല. കർത്താവ് എന്തുവാ പരിഹാസം സഹിച്ചേ? അവന്റെ വസ്ത്രം ഊരിയെടുത്തില്ലേ, ഇല്ലേ? മുൾക്കിരീടം വെച്ചില്ലേ? ചാട്ടുപാറിനെ അടിച്ചില്ലേ? രോമം പിച്ചി പറിച്ചില്ലേ? ആളല്ലാത്ത രൂപമാക്കിയില്ലേ? നമ്മളെ എന്തോ ചെയ്തെന്നാ? ആരാണ്ട് നീ കൊള്ളത്തില്ലെന്ന് പറഞ്ഞു, എങ്ങാണ്ടിരുന്ന്. അപ്പോഴത്തേക്ക് പരിപാടി നിർത്തി. അങ്ങനൊന്നും അല്ല. സ്തോത്രം. ജീവൻ കൊടുക്കേണ്ടി വന്നാലും ദൈവത്തിന് വേണ്ടി നിൽക്കണം. നിന്നെയും നിന്റെ സന്തതിയെ ദൈവം അനുഗ്രഹിക്കും. ചൂടെ ഗഹനമായിട്ട് ഈ ദൂത് പോവുക. ഇന്ന് പ്രസംഗത്തിന്റെ രീതി വേറെയാ. ഇന്നിന്റെ കണ്ണിന് കണ്ണുനീര് ദൈവം തുടച്ചു മാറ്റും. എന്നിട്ട് അടുത്ത ഭാഗം കൂടെ വായിച്ചേര്. എന്നാൽ അവൻ അവളുടെ കൈക്ക് പിടിച്ചു, ബാല എഴുന്നേൽക്ക എന്ന് അവളോട് ഉറക്കെ പറഞ്ഞു. അവളുടെ ആത്മാവ് മടങ്ങി വന്നു. അവൾ ഉടനെ എഴുന്നേറ്റു. അവൾക്ക് ഭക്ഷണം കൊടുപ്പാൻ അവൻ കൽപ്പിച്ചു. നിങ്ങൾ എത്തിക്കണം. പരിഹസിച്ചവന്മാരെല്ലാം വെളിയിൽ നിൽക്കുമ്പോ ഈ കൊച്ചിന്റെ അപ്പം വെളിയിലോട്ട് വന്നേച്ച് പറയുക, ആ കിച്ചണിൽ നിന്ന് ചില മട്ടൻ ബിരിയാണി ഇങ്ങെടുത്തേ. ഇപ്പൊ കരഞ്ഞുകൊണ്ടിരുന്ന ആള് ചോദിച്ചു, ഈ കരച്ചിലും ബിരിയാണിയും തമ്മിൽ എന്തുവാ ബന്ധം? പറഞ്ഞല്ല, കൊച്ചിന് കൊടുക്കാനാന്ന് പറഞ്ഞു. യോ, പിന്നെ അവൻ പോയ ബിരിയാണിയൊക്കെ പോയ വാക്കൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പം ബിരിയാണിയും കൊണ്ട് വന്നങ്ങോട്ട് കൊടുത്തു.
കൊച്ചു കഴിച്ചു, കൊച്ചു കൈക്ക് പിടിച്ചോണ്ട് ഇറങ്ങി വന്നപ്പം പരിഹസിച്ചവന്മാരില്ല. ബൈബിളിലുണ്ടല്ലോ. പരിഹസിച്ചവന്മാർ തന്നെ പറയുക, ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഞങ്ങളൊരു വിമർശകരല്ലയോ, ബൈബിളിൽ ഇതൊക്കെ ഉണ്ടല്ലോ. ഇന്നേലും നീ ഒന്ന് പറഞ്ഞല്ലോ ഉണ്ടെന്ന്. വേണ്ടുന്നില്ല. ഈ ദൈവത്തിന് നിർബന്ധമുണ്ട്, ഇല്ലെന്ന് പറയുന്നവനെ കൊണ്ട് ഉണ്ടെന്ന് പറയിക്കണമെന്ന് നിർബന്ധമുണ്ട്. അങ്ങനെ പറയിച്ച പല മിടുക്കന്മാരുടെയും ചരിത്രം ബൈബിളിലുണ്ട്. ഒരു ഭാഗം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഇന്ന് ദൂത് തീരുന്നതിന് മുമ്പ് നിന്റെ കണ്ണീന്ന് കണ്ണുനീരിനെ ഒപ്പിയെടുക്കുന്നൊരു ദൈവം ഇവിടെയുണ്ട്. ഇനി നീ ദുഃഖിച്ച് നടക്കണ്ട, ഇനി നീ സങ്കടപ്പെട്ട് നടക്കണ്ട, ഇനി നീ വിഷമിച്ചു നടക്കണ്ട. ഏതു വിഷയത്തിൽ ദുഃഖിച്ചോ, ആ 2 വീട്ടിൽ നോക്കിയ കരയണ്ട എന്ന് പറഞ്ഞ വീട്ടിൽ ആ വിഷയത്തിന് പിന്നെ കരഞ്ഞിട്ടില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇവിടെ ഇരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുക, ഈ ആരാധന തീരുന്നതിന് മുമ്പ് നിന്റെ ചില ദുഃഖത്തെ ദൈവം എടുത്തു മാറ്റട്ടെ, നിന്റെ സങ്കടത്തെ ദൈവം എടുത്തു മാറ്റട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കുന്നു. ഈ മാർച്ച് മാസം അനുഗ്രഹിക്കപ്പെട്ട ഒരു മാസമാണ്. തിരുവല്ലായി വെച്ച് സ്തോത്രം 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉപവാസവും പ്രാർത്ഥനയും നടക്കുകയാണ്. മാർച്ച് മാസം 27 തീയതി മുതൽ 31 തീയതി വരെ. അതിനിടയ്ക്ക് പെസഹ വ്യാഴമുണ്ട്, ദുഃഖവെള്ളിയുണ്ട്, ഈസ്റ്ററുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ കാണിക്കുന്ന ആ ദിവസങ്ങളിൽ 5 ദിവസം തിരുവല്ല മഴുവങ്ങാട് ജീസസ് വോയ്സിൻ്റെ പ്രാർത്ഥനാ സ്ഥലത്ത് വെച്ച് ഉപവാസവും പ്രാർത്ഥനയും നടക്കും. അവധി ദിവസങ്ങളാണ്. നിങ്ങൾക്കും വന്ന് പ്രാർത്ഥനയിൽ ചേരാം. നിങ്ങളോടൊപ്പം ഞാനുമുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുണ്ട്. ഒന്നിച്ചുകൂടാം. രാവിലെ 10 മണി തൊട്ട് 2 മണി വരെയും വൈകിട്ട് 6 മണി തൊട്ട് 9 മണി വരെയും നടക്കുന്ന മീറ്റിംഗിൽ നിങ്ങൾ വരണം. ഈ 5 ദിവസത്തെ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. ഗോഡ് ബ്ലസ് യു. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കും. മാർച്ച് മാസം 31 തീയതി, ഏപ്രിൽ 1, 2 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രാർത്ഥന തിരുവനന്തപുരം വെള്ളയമ്പലം പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തപ്പെടും. പുതിയ ഫൈനാൻഷ്യൽ ഇയർ നമുക്ക് തുടങ്ങുക. എല്ലാ പുതിയ സാമ്പത്തിക വർഷവും നമ്മളൊരു ഉപവാസത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുക. വെള്ളയമ്പലം പഞ്ചായത്ത് ഹാൾ. മാർച്ച് 31 വൈകിട്ടാണ് നമ്മുടെ പ്രാർത്ഥന 31 തുടങ്ങുന്നത്. അത് പാണക്കാട് ഹാളിലാണ് 31 രാത്രി. 1, 2 തിരുവനന്തപുരം വെള്ളയമ്പലം പഞ്ചായത്ത് ഹാൾ. രാവിലെ 10 തൊട്ട് 2 വരെ, വൈകിട്ട് 6 തൊട്ട് 9 വരെ. നിങ്ങളുടെ നടുവിൽ ശുശ്രൂഷിക്കുവാൻ ഞങ്ങൾ കുടുംബമായുണ്ട്. ആ 5 സെഷനിലും നിങ്ങളോട് ഞങ്ങൾ വചനം പറയും, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ ഫൈനാൻഷ്യൽ മേഖലയിൽ വലിയ വിടുതൽ നടക്കും. ഒന്നിച്ച് കാണാം, ഒന്നിച്ചുകൂടാം. നിങ്ങൾ സാമ്പത്തികമായി പ്രശ്നമുള്ളവരാണോ, പൈശാചിക ബന്ധനമുള്ളവരാണോ, ഒന്നിച്ചു വരിക, കുടുംബമായി വരിക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.